Praise the Lord, Pastor. Rehoboth Supernatural Miracle Google Prayer മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്ത് വീണ്ടും നയിച്ചു പാസ്റ്റർ നമ്മുടെ നാടുകൾ വന്നേക്കുക. സോ എക്സ്പെക്ട് ഗ്രേറ്റ് തിങ്സ് ഫ്രം ഗോഡ്. എല്ലാവരും പ്രാർത്ഥനയോട് കൂടെ ആയിരിക്കുക. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ സന്ധ്യയിൽ വീണ്ടും ഒരു പ്രാവശ്യങ്ങളുടെ നിങ്ങളുമായി കർത്താവിന്റെ വിലയേറിയ വചനം ഷെയർ ചെയ്യാൻ ദൈവം നല്ല ഭാഗ്യത്തിൽ പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകം ഈശ്വരക്കായി സ്തോത്രം ചെയ്യുന്നു. ഈ കാലഘട്ടത്തിൽ തന്നിലൂടെ ദൈവം എടുക്കുന്ന പുതിയ ശുശ്രൂഷകൾക്കായി ദൈവത്തിന് നന്ദി പറയുന്നു. കർത്താവിന് വേണ്ടി നമ്മളെടുക്കുന്ന ഓരോ ചെറിയ സ്റ്റെപ്പുകളും അത് വലുതാക്കി മാറ്റുവാൻ കർത്താവിന് കഴിയും. ഈ ദിവസങ്ങളിൽ ശക്തമായി ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുക, വിശ്വാസത്തോടെ ഓരോ സ്റ്റെപ്പും നമ്മൾ മുമ്പോട്ട് വയ്ക്കുക. കർത്താവ് വളരെ അനുഗ്രഹീതമായ അനുഗ്രഹങ്ങൾ സ്വർഗത്തിൽ നമുക്ക് നൽകി തരുമാറാകട്ടെ. എന്നെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. ഞാൻ ഇതിനകത്ത് ഇപ്പോൾ 2-3 പ്രാവശ്യമായി ദൈവത്തിൻ്റെ വചനം സംസാരിക്കാനായിട്ട് ശ്രമിക്കുന്നു. വളരെ സന്തോഷം. കർത്താവ് വളരെ ശക്തമായി ഈ ദിവസങ്ങളിൽ ദൈവാത്മാവ് വലിയ അപ്ഡേഷൻസുകൾ നമ്മുടെ സഭയുടെ മേല് ദേശത്തിന് സ്തോത്രം. ദൈവം ധാരാളമായി നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. വളരെ ചെറിയൊരു ചിന്ത നിങ്ങളുമായി ഷെയർ ചെയ്തുകൊണ്ട് നമ്മളെല്ലാവരും എപ്പോഴും കേട്ടിട്ടുള്ള പരിചയമുള്ളൊരു സബ്ജക്റ്റാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. ആ ദൈവ ശബ്ദത്തിനകത്തുനിന്ന് നമുക്കുള്ള ദൈവിക ആലോചനയും ദൂതുകളും നമുക്ക് ദിവസത്തിൽ ഷെയർ ചെയ്യാം. അത് ദൈവം നമ്മളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. യെശയ്യാവിന്റെ പുസ്തകം 58-ാം അധ്യായം അതിന്റെ 13-ാം വാക്യം ഒന്ന് വായിച്ചത്. യെശയ്യാ പ്രവചനത്തിന്റെ പുസ്തകം 58-ാം അധ്യായം അതിന്റെ 13-ാം വാക്യം വായിക്കട്ടെ പാസ്റ്റർ. നീ എന്റെ വിശുദ്ധ ദിവസത്തിൽ നിന്റെ കാര്യാതകൾ നോക്കാതെ ശബ്ബത്തിൽ നിന്റെ കാൽ അടക്കി വെച്ചു. ശബ്ബത്തിനെ ഒരു സന്തോഷമെന്നും യഹോവയുടെ വിശുദ്ധ ദിവസത്തെ ബഹുമാന യോഗ്യം എന്നും പറയുകയും നിന്റെ വേലയ്ക്ക് പോകുകയോ നിന്റെ കാര്യാദികളെ നോക്കുകയോ വ്യർത്ഥ സംസാരത്തിൽ നേരം പോക്കുകയോ ചെയ്യാതെ വണ്ണം അതിനെ ബഹുമാനിക്കുകയും ചെയ്യുമെങ്കിൽ നീ യഹോവയിൽ പ്രമോദിക്കും. ആമേൻ. ഈ വാക്യം നമുക്ക് സുപരിചിതമായ ഒരു വാക്യം തന്നെയാണ്. പലപ്പോഴും ദൈവാത്മാവ് നമ്മളോട് സംസാരിച്ചിട്ടുള്ളത്, നമ്മൾ ഒരുപാട് ധ്യാനിച്ചിട്ടുള്ള ഒരു വിഷയം തന്നെയാണ്. പക്ഷെ ഇതിനകത്ത് ഈ ഒരു പാസേജിന്റെ അകത്ത് വരുന്ന പ്രധാന ടോപ്പിക് എന്ന് പറയുന്നത് ആലയവും ആരാധനയും എന്നുള്ളൊരു പ്രധാന വിഷയമാണ് ഈ ഭാഗത്ത് നമുക്ക് കൂടുതലായി ധ്യാനിക്കാൻ കഴിയുന്നത്. അതിനകത്ത് നിന്നുകൊണ്ട് ചില ഈടുറ്റ സന്ദേശങ്ങൾ, ചില ശബ്ദങ്ങൾ നിങ്ങളുമായി കൈമാറാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോ ഈ ആരാധന എന്നുള്ളൊരു വിഷയം ആണെന്ന് നമ്മൾ പ്രധാനമായും സംസാരിക്കുന്നത്. പ്രധാനമായും അതിനകത്തോട് വരുന്ന നന്മകളും അതിനകത്തോട് വരുന്ന ദൈവിക പദ്ധതികളെ കുറിച്ചുമൊക്കെയാണ് നമ്മളൊന്ന് അല്പനേരം ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ദൈവം നമ്മളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അതിനകത്ത് നീ എൻ്റെ വിശുദ്ധ ദിവസത്തിൽ നിന്റെ കാര്യാദികൾ നോക്കാതെ എന്ന് പറഞ്ഞാൽ കർത്താവ് എപ്പോഴും ഒരു സെപ്പറേറ്റ് ഡേയെ കുറിച്ച് നമുക്ക് ബൈബിളിൽ 1-ാം ഉൽപ്പത്തി പുസ്തകം മുതൽ നമുക്ക് കാണാൻ സാധിക്കും. കർത്താവ് 6 ദിവസം വേല ചെയ്തിട്ട് 7-ാം ദിവസത്തെ കർത്താവ് ശുദ്ധീകരിച്ചു, സ്വസ്ഥമായിരുന്നു എന്നൊക്കെ നമുക്ക് അറിയാവുന്ന ഒരു പ്രാഥമിക നോളജ് ആണെങ്കിലും എപ്പോഴും കർത്താവ് പ്രവൃത്തികളെയൊക്കെ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ട് ആരാധനയ്ക്ക് കർത്താവ് മുൻതൂക്കം കൊടുത്തിരിക്കുന്നതായി മനുഷ്യനോടുള്ള ബന്ധത്തിൽ ചെയ്തിരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ദിവസം പഠിക്കുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് വളരെ ആഴമായി ചിന്തിക്കാൻ സാധിക്കുന്ന ഒരു വിഷയമാണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വിഷയം, ഈ ആരാധന എന്ന് പറയുന്നത് നമ്മുടെ എന്താ പറയുക, എക്സ്പ്രസ് നമ്മുടെ താങ്ക്സ് ഗിവിംഗ് ദൈവത്തിലേക്ക് നൽകുക എന്നതിനുപരിയായി കർത്താവുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അതിൽ ദൈവമായിട്ട് നിരന്തര സമ്പർക്കത്തിൽ ഏർപ്പെടുക, ഡിവൈൻ കണക്ഷൻ ഉണ്ടാകുക. ഇതൊക്കെ ഈ ആരാധനയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക്
കാണാൻ സാധിക്കും. ദൈവവുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, ദൈവവുമായിട്ടുള്ള ബന്ധം ഉറപ്പിക്കുക, ദൈവത്തെ താങ്ക്സ് ഗിവിങ് ചെയ്യുക, അല്ലെ ദൈവത്തെ അഡോർ ചെയ്യുക, ഒരു നാമത്തെ വിശുദ്ധീകരിക്കുക, ഉയർത്തുക, അല്ലെ അതിനതൊക്കെ നമുക്ക് ഈ വേദഭാഗങ്ങളിൽ നിന്നൊക്കെ നമുക്ക് ചിന്തിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ ലോകത്തിൽ നമ്മൾ നോക്കിക്കഴിയുമ്പോൾ പലവിധമാകുന്ന ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വർഷിപ്പ് നമുക്ക് കാണാൻ സാധിക്കും. വർഷിപ്പ് ചെയ്യുന്നത് പല പല രീതിയിലാണ്. എങ്ങനെയാണ് ദൈവത്തെ മനസ്സിലാക്കിയതനുസരിച്ചാണ് ഓരോരുത്തരും വർഷിപ്പ് ചെയ്യും. നമുക്കറിയാം, പല വർഷിപ്പുകളിൽ നമ്മൾ പോയിട്ടുണ്ട്, പല വർഷിപ്പുകൾ നമ്മൾ കേൾക്കുന്നുണ്ട്, പല വർഷിപ്പുകൾ നമ്മൾ മാധ്യമങ്ങളിലൂടെ കാണുന്നുണ്ട്, പല വേരിയേഷൻസ് ഉള്ള വർഷിപ്പുകളിൽ നമ്മൾ കൂടാറുണ്ട്. അപ്പം ഇതിനകത്തുനിന്നൊക്കെ നമുക്ക് പഠിക്കാൻ സാധിക്കുന്ന ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ, മനുഷ്യൻ എങ്ങനെയാണോ മനസ്സിലാക്കിയിരിക്കുന്നത് അതനുസരിച്ച് ഓരോ രീതിയിലാണ് ഓരോരുത്തരും ദൈവത്തെ ആരാധിക്കുന്നത്. സ്തോത്രം. ഇന്നത്തെ വിഷയത്തിന്റെ അകത്ത് വളരെ അനുഗ്രഹീതമായ ഒരു ആലോചന കിടപ്പുണ്ട്. അത് നമ്മളൊന്ന് പങ്കുവെക്കുന്നതാണ്. അതിനെ ഒരു ബേസ് ഇടാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. നമ്മൾ പ്രെയർ ചെയ്യുക, താങ്ക്സിങ് ചെയ്യുക, അഡോർ ചെയ്യുക, ഇതൊക്കെ ആരാധനയ്ക്കകത്ത് വരുന്നത്. നമ്മൾ ദൈവത്തിന് വേണ്ടി കാഴ്ചവെക്കുന്നതെല്ലാം ആരാധനയുടെ ഭാഗമായിട്ടാണ് വിശുദ്ധ വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത്. ദൈവത്തിന് നമ്മൾ എന്തെല്ലാം കൊടുക്കാൻ കഴിയും, നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആരാധന എന്ന് മാത്രമേ നമുക്ക് കാണാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ എന്തുകൊണ്ടാണ് ദൈവം ഒരു ആരാധന കൊതിയനാണോ? അല്ല, പക്ഷെ ദൈവം അതിന് യോഗ്യനാണ്. യോഗ്യനായ ദൈവത്തെ നമ്മൾ ആരാധിക്കുകയാണ്. യോഗ്യതയുള്ള കർത്താവിനെ നമ്മൾ ആരാധിച്ച് ബലപ്പെടുക, അനുഗ്രഹിക്കപ്പെടുക എന്നൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇതിന്റെ ഒരു ബേസിക് റൂട്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ആരാധന മെയിൻലി ദൂതന്മാരുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെട്ട ഒരു ശുശ്രൂഷയാണ്. നമുക്ക് വേദപുസ്തകം പഠിക്കുമ്പോൾ കാണുവാൻ സാധിക്കും. ദൂതന്മാരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ട ഒരു ശുശ്രൂഷയാണ്. എന്നാൽ വീണുപോയ ദൂതന്മാര് ആരാധനയ്ക്കകത്ത് നിന്ന് നമുക്കറിയാം, ചില അനുസരണം കെട്ട ദൂതന്മാര് വീഴ്ചയുടെ ഫലമായി ആ ആരാധന സ്റ്റോപ്പായിട്ട് പോവുകയും ആ ദൂതന്മാര് ശിക്ഷാവിധിയിലേക്ക് പോവുകയും ചെയ്യുന്നതായിട്ട് ബൈബിൾ നമ്മൾ ടീച്ച് ചെയ്യുന്നുണ്ട്. അതിനെല്ലാം റെഫറൻസ് എടുത്ത് നമുക്ക് അതിന്റെ തെളിവ് തരാനുള്ള സമയമില്ല. എങ്കിലും നമുക്കത് അറിയാവുന്നത് കൊണ്ട് ഞാനത് പെട്ടെന്ന് പറഞ്ഞു വിടുകയാണ്. അപ്പോൾ അന്ന് മുതൽ വർഷിപ്പ് എന്ന് പറയുന്നത് ഒരു പ്രധാന ഘടകമായിരുന്നുവെന്നും സ്വർഗത്തിൽ നിരന്തരം ആരാധന ഉണ്ട് എന്നും വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ദൈവത്തിന്റെ സന്നിധി സറാഫുകൾ നിരന്തരം ആരാധിക്കുന്ന, നിരന്തരം പരിശുദ്ധൻ 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 എന്ന് പറയുന്ന യെശയ്യാവിന്റെ പുസ്തകത്തിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്ന ആ ഭാഗങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലേക്ക് ഓടിച്ചു കൊണ്ടുവരാം ആ സമയത്ത്. കാരണം നിരന്തരം സ്വർഗത്തെ കേൾക്കുന്നത് എപ്പോഴും ആരാധന മാത്രമാണെന്ന് വെളിപ്പാട് പുസ്തകത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ ആരാധനയ്ക്ക് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ആരാധനയ്ക്കകത്ത് വലിയ ദൈവിക നന്മകളുടെ കലവറകളുടെ ഒരു നിഗൂഢത അതിനകത്ത് വെളിപ്പെട്ട് കിടക്കുന്നു. കർത്താവിന് എപ്പോഴും നമ്മൾക്ക് നൽകാൻ കഴിയുന്നത് ഒന്ന് ആരാധന ആണ് എന്നുള്ളത് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നു. അപ്പൊ ഈ വീണുപോയ ദൂതന്മാര് എപ്പോഴും ആരാധനയ്ക്ക് വിരോധമായി പിന്നീട് നമുക്ക് കാണാൻ സാധിക്കും. ആരാധന എവിടെ ഉയർന്നു അവിടെയെല്ലാം പ്രതികൂലങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം എങ്ങനെ നമുക്ക് അതിനകത്തേക്ക് നല്ലൊരു വിശുദ്ധീകരിച്ച ഒരു ആരാധനയ്ക്ക് നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവത്തിന് കാഴ്ചവെക്കാൻ സാധിക്കും എന്നതിനുപരിയായി അതിനകത്തൂടെ ദൈവം എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെന്നും കൂടി നമുക്ക് ഇന്ന് രാത്രിയിൽ ചിന്തിക്കാം. വളരെ വേഗത്തിൽ ഒരു വലിയ ടോപ്പിക്കാണ്, പക്ഷെ പെട്ടെന്ന് ഞാൻ ഇതിനെ നിങ്ങളുടെ ഉള്ളിലേക്ക് കൈമാറുവാൻ ആഗ്രഹിക്കുന്നു. ഇത് നമ്മുടെ ജീവിതത്തിനകത്ത് വലിയ വലിയ മാറ്റങ്ങളെ കൊണ്ടുവരുമെന്ന് ഞാൻ ആത്മാവിൽ വിശ്വസിക്കുന്നു. സ്തോത്രം ചെയ്താൽ ഒരു സമയം ഒന്ന് സ്തോത്രം ചെയ്യാറ്. കർത്താവിന് നമുക്കൊരു ആരാധന നല്ലത് കൊടുക്കാൻ കഴിയട്ടെ. ഈ ആരാധനയ്ക്കകത്ത് വലിയ അനുഗ്രഹങ്ങൾ ഇരിപ്പുണ്ട്. സ്തോത്രം. ഇന്ന് പകലിൽ അതിനെക്കുറിച്ച് നമ്മൾ വളരെ ആഴമായി ചിന്തിക്കാൻ പോവുകയാണ്. നമുക്കറിയാം, ആദ്യം ഹാബേല് ആരാധന, ഹാബേലും ആരാധന കഴിച്ചു. പക്ഷെ യഥാർത്ഥ ആരാധന വെളിപ്പെട്ടപ്പോൾ സ്വന്തം സഹോദരൻ തനിക്ക് എതിരായി വന്നു. നിങ്ങളുടെ ജീവിതത്തിന്റെ അകത്ത് യഥാർത്ഥമായി, നിങ്ങളുടെ ജീവിതത്തിന്റെ അകത്ത് വാസ്തവമായി ഹൃദയപൂർണമായി ആരാധന ദൈവത്തിന് കഴിക്കുമ്പോൾ അവിടെ പ്രതികൂലങ്ങൾ ഉണ്ടാകാൻ സാധ്യതകളുണ്ട്. കാരണം ഇതിന്റെ ഒരു ലീഡർഷിപ്പ് വീണുപോയ അല്ലെങ്കിൽ ദുഷ്ടന്റെ കയ്യിൽ കിടന്നത് കൊണ്ട്, വീണുപോയവനായതുകൊണ്ട് ഈ യഥാർത്ഥ ആരാധന ഉണ്ടാകുന്ന ഭവനങ്ങൾക്കകത്ത് യഥാർത്ഥ ദൈവ ശബ്ദമുള്ള സ്ഥലത്തിൽ ഒരു പക്ഷേ ഒരു പോയിന്റിലെങ്കിലും ഇവന് അതിനകത്ത് പ്രതികൂലിക്കാൻ അല്ലെങ്കിൽ പ്രതികരിക്കാൻ സാധ്യതയുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്ന് പകലിൽ യഥാർത്ഥ ആരാധന വെളിപ്പെട്ടാൽ അവിടെ ദൈവം ഇറങ്ങും എന്നുള്ളത് വാസ്തവമായിട്ടുള്ള ഒരു കാര്യമാണ്. ആരാധനയ്ക്കകത്ത് ദൈവം സംസാരിക്കുമെന്നുള്ളതും വളരെ വ്യത്യസ്തമായ
ശക്തമായതും വളരെ 100% നമുക്ക് ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ ഉറപ്പിക്കാവുന്നതുമായ ഒരു കാര്യമാണ് ആരാധനയ്ക്കകത്ത്. ശുദ്ധിയോടെ കർത്താവ് ആഗ്രഹിക്കുന്നത് പോലെ, കർത്താവ് എന്താഗ്രഹിക്കുന്നു, എന്താണോ മനുഷ്യനിൽ നിന്ന് ആഗ്രഹിക്കുക, അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്, ആ ആരാധന നമ്മുടെ ജീവിതത്തിന്റെ അകത്ത് വന്നാൽ, ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവിന്റെ ദൈവത്തിൽ ഞാൻ വിളിച്ചു പറയട്ടെ, നിങ്ങൾ കാണാത്ത കാര്യങ്ങളെ സാധിപ്പിക്കുന്ന ഒരു ദൈവം നമ്മുടെ നടുവിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. എന്ന് പകലിൽ ആ ദൈവത്തിന്റെ കരുതലുകൾ വെളിപ്പെട്ട് വരും. ഇതൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴും എനിക്ക് വേഗത്തിൽ 1-2 കാര്യം, നമ്മൾ ഹാബിലിന്റെ കാര്യം നമ്മൾ പറഞ്ഞല്ലോ. അതുപോലെ തന്നെ ഇസ്രായേലിൽ കിടന്ന ജനത്തിനെ ആരാധിക്കാൻ വിടാനാണ് തടസ്സമായി വന്നത്. ഞാൻ പറഞ്ഞു മനസ്സിലായോ? ഏറ്റവും പ്രധാനമായ വിഷയം സാത്താൻ ഫോക്കസ് ചെയ്യുന്നത് നിങ്ങൾ ആരാധിക്കുക, നിങ്ങൾ വിശുദ്ധിയുള്ള അല്ലെങ്കിൽ ഒരു നല്ല ശുദ്ധിയുള്ള ഒരു ആരാധന നിങ്ങളിൽ നിന്ന് അല്ലെ നമ്മളിൽ നിന്ന് ഉയരാതിരിക്കാനാണ് ശത്രുക്കൾ. അങ്ങനെ ഉയർന്നാൽ അവനറിയാം സ്വർഗം അതിനകത്ത് ഇടപെടും. വിളിച്ചാൽ അപ്പോൾ വിളി കേൾക്കുന്ന ചെവിയുള്ള കണ്ണുള്ള അല്ലെങ്കിൽ നമ്മളെ ഉള്ളതുപോലെ അറിയുന്ന ഒരു സ്വർഗത്തിലെ ദൈവം ഉള്ളത് കൊണ്ട് ആരാധന വെളിപ്പെട്ട് അതിനകത്ത് ദൈവം ഇറങ്ങി വരുമെന്ന് വളരെ വ്യക്തമായി അന്ധകാര മണ്ഡലങ്ങൾക്ക് അറിയാവുന്നത് കൊണ്ട് യഥാർത്ഥമായ ആരാധനയ്ക്ക് എപ്പോഴും അവൻ തടസ്സമിടാറുണ്ട്, അവൻ പ്രതികൂലങ്ങൾ ഉണ്ടാക്കാറുണ്ട്, പ്രതിസന്ധികൾ ഉണ്ടാക്കാറുണ്ട്. ഇന്ന് പകല് ദൈവത്തിന്റെ ആത്മാവിന്റെ നിയോഗത്തിൽ ഞാൻ വിളിച്ചു പറയട്ടെ, സത്യസന്ധമായി ആത്മാർത്ഥതയോടെ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ ആരാധിക്കാൻ തയ്യാറായാൽ ഇന്ന് പകൽ ദൈവത്തിന്റെ ഒരു പ്രതിസന്ധിയും നിങ്ങളുടെ മുമ്പിൽ നിൽക്കത്തില്ല, ഒരു പ്രതികൂലവും നിങ്ങളെ തോൽപ്പിക്കാൻ കഴിയത്തില്ല. ഇന്ന് പകലിൽ യുദ്ധം ചെയ്യുന്നത് വാളുകൊണ്ടല്ല, യഹോവ നമ്മളല്ല, വെരിഹവും മതിലുകൾ ഇടിഞ്ഞു വീഴുന്നത് സ്തുതിയിലാണെങ്കിൽ ഇന്ന് പകലിൽ ആരാധിക്കുമ്പോൾ ആരാധനയ്ക്കകത്ത് തകർക്കപ്പെടുന്ന ഒരു അന്ധകാര മണ്ഡലമുണ്ട്. ദൈവത്തെ വിളിച്ചിറക്കുന്നതാണ് ആരാധന, ദൈവവുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ് ആരാധന. ഇന്ന് പകൽ ഏതൊക്കെ പ്രതിസന്ധിക്കകത്ത്, ഏതൊക്കെ വിഷയത്തിന്റെ അകത്ത് നിങ്ങൾ കുടുങ്ങിയിരുന്നാലും അതിനെയൊക്കെ മൈൻഡ് ചെയ്യാതെ ദൈവത്തെ ആരാധിക്കാൻ തയ്യാറായാൽ ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ഒരു പ്രവചന ശബ്ദവും വേണ്ട, ഒരു കമ്മ്യൂണിക്കേഷൻ, ഒരു മീഡിയേറ്ററും വേണ്ട. നിങ്ങൾ ദൈവത്തെ സത്യസന്ധമായി നിങ്ങൾ ഇരിക്കുന്നവിടെ തിരുന്ന് ആരാധിച്ചാൽ അതിന്റെ അകത്ത് ഇറങ്ങി വരുന്ന ഒരു അസാധാരണമായ ദൈവശക്തി ഉണ്ട്. ആ ദൈവശക്തി അതിന് മറുപടി പറയും. ഇന്ന് പകലിൽ ദൈവത്തിന്റെ ശക്തിയുള്ള ആരാധന വെളിപ്പെടുന്നിടത്ത് ദൈവ സാന്നിധ്യം ഇറങ്ങി വരിക തന്നെ ചെയ്യും. ഇന്ന് രാത്രി ദൈവത്തിന്റെ അസാധാരണമായ ദൈവിക നിയോഗങ്ങൾക്കകത്തേക്ക് നമുക്ക് കടന്നു ചെല്ലുവാൻ കഴിയട്ടെ. ഇന്ന് പോലെ ദൈവാത്മാവ് എന്നോട് വളരെ ശക്തമായി പറയുന്ന ഒരു വലിയ ആത്മീയ സത്യമുണ്ട്, ഒരു മർമ്മമുണ്ട്. നിങ്ങൾ ജീവിതത്തിന്റെ അകത്ത് സത്യസന്ധമായി ഇന്ന് പകൽ ഞാനും പലപ്പോഴും എന്നോട് ചോദിക്കാറുള്ള ഒരു ദൈവദാസൻ എന്നല്ല എന്നോടും ചോദിക്കും, 100% നമ്മൾ ദൈവത്തിന് ആരാധന കൊടുക്കുന്നുണ്ടോ? 100% നമുക്ക് ദൈവത്തിന്റെ സന്നിധി പ്രാഗൽഭ്യത്തോടെ ദൈവത്തിന്റെ സന്നിധി നമ്മൾ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും നിങ്ങൾ ദൈവത്തെ ആരാധിച്ചാൽ, നമ്മൾ ദൈവത്തെ ആരാധിച്ചാൽ അതിന്റെ അകത്ത് ദൈവ സാന്നിധ്യം ഇറങ്ങി വന്നിരിക്കും. ഇന്ന് പകരം ഏത് അന്ധകാര മണ്ഡലത്തിന്റെ അകത്ത് നിങ്ങൾ എത്ര ഡാർക്ക്നെസ് ആയിട്ട് പ്ലേസിന്റെ അകത്ത് നിന്ന് ദൈവത്തെ ആരാധിച്ചാലും ആ സ്ഥലത്ത് ദൈവം ഇറങ്ങി വന്നാൽ ആ അന്ധകാരം മാറി, ആ ഇരുളിന്റെ സ്വാധീനം എന്നേക്കുമായി വഴിമാറി ദൈവത്തിന്റെ പദ്ധതികൾ അതിനകത്തൂടെ ഓപ്പണായി വരുമെന്ന് നമുക്ക് ആത്മാവിൽ വളരെ ശക്തമായി ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് ഈ ബൈബിളിന്റെ അകത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പകരം ദൈവത്തിന്റെ ആത്മാവ് വളരെ വ്യക്തമായി ദൈവത്തിന്റെ ആത്മാവ് ചിലരോട് പറയുന്ന ഒരു വാക്കുണ്ട്, നിങ്ങൾ ആരാധിക്കാൻ തയ്യാറായാൽ, വിശുദ്ധിയോടെ ആരാധിക്കാൻ തയ്യാറായാൽ ഇന്ന് പകരം ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു ഇറങ്ങി വരുന്ന ഒരു ദൈവസാന്നിധ്യം. കാരണം നമ്മൾ ആരെയാണോ ഫോക്കസ് ചെയ്ത് നിൽക്കുന്നത്, ആരെയാണോ നമ്മൾ ഫോക്കസ് ചെയ്ത് ആരാധിക്കുന്നത്, അതിന്റെ അകത്ത് ദൈവത്തിന്റെ അസാധാരണമായ ദൈവശക്തി വെളിപ്പെട്ട് വരും. ഞാൻ 1-2 വാക്യങ്ങൾ വേഗത്തിൽ, നിങ്ങൾക്ക് ഇതിനെ കുറിച്ചൊക്കെ അറിയാമെങ്കിലും ഇതിന്റെ അകത്തോട് 1-2 വാക്യങ്ങൾ നിങ്ങൾ എഴുതുന്നുണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വെക്കാം. നമുക്ക് എല്ലാം എടുത്ത് വായിപ്പിക്കാനുള്ള സമയമില്ല. അത് നമുക്ക് മനസ്സിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി മാത്രം 1-2 വാക്യങ്ങൾ നമുക്ക് ഒന്ന് വായിക്കാം. റോമകൃതിയ ലേഖനം അതിന്റെ 12-ാം അധ്യായം 1-ാം വാക്യത്തിൽ ബുദ്ധിയുള്ള ആരാധന, നിങ്ങളുടെ ശരീരങ്ങളെ ജീവൻ വിശുദ്ധിയുള്ള ഒരു യാഗമായി എന്ന് പറഞ്ഞാൽ ബുദ്ധിയുള്ള ആരാധന എന്ന് അവിടെ വളരെ വ്യക്തമായി എടുത്തു പറയുന്നു. ആരാധനയ്ക്കകത്ത് നമുക്ക് വളരെ കോൺസെൻട്രേറ്റീവ് ആയിരിക്കണം, വളരെ ആക്യുറേറ്റ് ആയിരിക്കണം. ദൈവത്തെ ആരാധിക്കുന്നതിന് ദൈവത്തിന്റെ സ്റ്റാൻഡേർഡ് ഉണ്ട്. നമുക്ക് ചുമ്മാ പോയി ആരാധിക്കാൻ പറ്റത്തില്ല, അതിൻ്റെതായ വിശുദ്ധിയുണ്ട്. നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധിയുള്ളതാക്കി തീർക്കണം. എന്നെങ്കിൽ നമ്മുടെ ശരീരത്തിന്റെ അകത്ത് വിശുദ്ധി വെളിപ്പെട്ടതിന് ശേഷം, സ്വർഗീയ വിശുദ്ധി വെളിപ്പെട്ടതിന് ശേഷം നമ്മൾ ആരാധിച്ചാൽ അതിന്റെ അകത്തോടെ ഇറങ്ങി വരുന്ന ഒരു ദൈവിക പദ്ധതികളുണ്ട്, ദൈവത്തിന്റെ അനുഗ്രഹങ്ങളുണ്ട്. അവിടെ നമുക്ക് ഇങ്ങനെ കാണുവാൻ. അതുപോലെ തന്നെ എബ്രായ ലേഖനം
13-ാം അധ്യായം 15-ാം വാക്യത്തിലാണ് സ്തോത്രം എന്ന യാഗം നമ്മൾ അർപ്പിച്ചുള്ളത്. നമ്മൾ എപ്പോഴും ആരാധിക്കുമ്പോൾ നമ്മൾ സ്തോത്രം എന്ന യാഗം അർപ്പിച്ചുകൊണ്ട് ഇരിക്കണം. 1 പത്രോസ് 2:5 ഇങ്ങനെ നമുക്ക് കാണുന്നുണ്ട്, ആത്മീയ യാഗമാണ് എന്ന് പറഞ്ഞാൽ. ഇതെല്ലാം ഞാൻ പറഞ്ഞതിന്റെ കാര്യത്തിൽ നമുക്ക് വായിപ്പിക്കാൻ സമയമില്ല, പക്ഷെ ഇത് വളരെ വ്യക്തമായി നമ്മൾ പഠിച്ച് നമുക്ക് വേദപുസ്തകത്തിനകത്തൊന്ന് ചിന്തിക്കാൻ കഴിഞ്ഞാൽ അതിനകത്ത് വളരെ വ്യക്തമായി പറഞ്ഞാൽ ആരാധിക്കുന്നവനെ തോൽപ്പിക്കാൻ കഴിയത്തില്ല. ഇന്ന് പകലിൽ എന്തുകൊണ്ടാണ് ഇവിടെ സിസ്റ്റർ പറഞ്ഞു വളരെ 1-2 കാര്യങ്ങൾ വളരെ ശക്തമായിട്ട് ദാവീദിനെ കുറിച്ച്. ദാവീദൊക്കെ വളരെ ആക്യുറേറ്റ് ആയിട്ട് ദൈവത്തെ ആരാധിക്കുന്നതിൽ മുൻപന്തിയിലായിരുന്നു. അദ്ദേഹം ജീവിതത്തിൽ പരാജയപ്പെട്ടു പോയിട്ടില്ല. അദ്ദേഹത്തിന്റെ ഡിസിഷനിൽ ചില വാഴ്ചകൾ സംഭവിച്ചപ്പോൾ അദ്ദേഹം എടുത്ത സ്റ്റെപ്പുകളെ ആരാധനയ്ക്കകത്ത് ദൈവത്തെ ആരാധിക്കുന്ന ദൈവത്തിന് മഹത്വം കൊടുക്കുന്നതിലും ഒരു കുറവ് തന്റെ ലൈഫ് ടൈമിൽ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഒരു സ്ഥലത്തും അദ്ദേഹം പരാജയപ്പെടില്ല. അങ്ങനെ നമുക്ക് ഒത്തിരി വ്യക്തികളെ പഴയ നിയമത്തിൽ കാണുവാൻ സാധിക്കും. ഇന്ന് പകലിൽ ഈ വാക്യങ്ങളൊക്കെ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് 1 പത്രോസ് 2:5, എബ്രായർ 13-15-ാം വാക്യം, മാർക്കോസിന്റെ സുവിശേഷം 10-ാം 45-ാം വാക്യം, ഇതിലൊക്കെ പറയുന്ന ജീവനും വിശുദ്ധിയെ കുറിച്ച് മനുഷ്യനെ പഠിപ്പിച്ച് എവിടുന്ന് വീണുപോയോ അതിനകത്തേക്ക് കയറ്റി ആരാധനയ്ക്കകത്തൂടെ ഇറങ്ങി വരുന്ന ദൈവസാന്നിധ്യത്തെ കുറിച്ചും ആരാധനയുടെ മഹത്വത്തെ കുറിച്ചും ബൈബിൾ വളരെ ശക്തമായി നമ്മളോട് ടീച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ 1-2 കാര്യങ്ങൾ പറയുമ്പോൾ അതിനകത്തെ ആത്മീയ സത്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. യഹൂദൻ എപ്പോഴും അവൻ ആരാധനയാണ് ഏറ്റവും മുമ്പിലുണ്ടായിരുന്നത്. യഹൂദനെ എപ്പോഴും അവരുടെ ഇസ്രായേൽ രാജ്യത്തെ അവർ പേടിക്കാൻ കാരണം അവർക്ക് ജീവനുള്ള ഒരു ദൈവമുണ്ടെന്നും അവർക്കൊരു പെട്ടകമുണ്ടെന്നും അവരെ വിളിക്കുന്ന ദൈവത്തിന് ഒരു ശക്തി ഉണ്ടെന്നും അത് തോൽപ്പിക്കാൻ കഴിയത്തില്ലെന്നും അയൽ രാജ്യങ്ങൾക്ക് വളരെ വ്യക്തമായ ധാരണ ഉള്ളത് കൊണ്ട് അവരോട് യുദ്ധം ചെയ്യുവാൻ അവർക്ക് വളരെ പ്രതിസന്ധി ഉണ്ടായിരുന്നു. അവർക്ക് ജയിക്കാൻ കഴിയത്തില്ല 100% ഉറപ്പുള്ളതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇവർ ദൈവത്തെ ആരാധിക്കുന്നു. ഇവരുടെ ദൈവം സ്പെഷ്യലാണ്. ഇവരുടെ ദൈവത്തിനകത്ത് എന്തോ സ്പെഷ്യാലിറ്റി ഉണ്ട്. ആ ദൈവത്തെ തോൽപ്പിക്കാൻ കഴിയത്തില്ല എന്ന് വളരെ വ്യക്തമായി അവർക്ക് അറിയാവുന്നത് കൊണ്ട് അയൽ രാജ്യങ്ങൾക്ക് വളരെ പേടി തോന്നി. ഇന്ന് പകലിൽ ദൈവത്തിന്റെ ആത്മാവ് വളരെ ശക്തമായി ചിലരോട് സംസാരിക്കുന്നു. നിന്റെ വീട്ടിന്റെ അകത്ത് സത്യസന്ധമായ ആരാധന ഉണ്ടെങ്കിൽ ഏത് വ്യക്തിയാണോ എതിരായി നിൽക്കുന്നത് അവൻ പേടിക്കുന്ന നിലവാരത്തിലുള്ള അസാധാരണമായ ദൈവപ്രവൃത്തികൾ നിങ്ങൾ അറിയാതെ നിങ്ങളുടെ ദേശത്തിന്റെ അകത്ത്, കുടുംബത്തിന്റെ അകത്ത്, സഭയ്ക്കകത്ത് ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി വെളിപ്പെട്ടാൽ ചില അന്ധകാര മണ്ഡലങ്ങളുടെ ശബ്ദങ്ങളെ ദൈവം അടച്ചു കളയും. ഇന്ന് പകൽ ദൈവാത്മാവ് വളരെ ആരാധനയ്ക്ക് എത്ര തടസ്സങ്ങൾ കൊണ്ടുവന്നാലും ആരാധനയ്ക്ക് എത്ര പ്രതികൂലങ്ങൾ കൊണ്ടുവന്നാലും അതൊന്നും ദൈവത്തിന്റെ മുമ്പിൽ ഇന്നേ വരെ ജയിച്ച ചരിത്രം ഇല്ല. ഞാൻ ഇന്ന് വളരെ ശക്തമായി നിങ്ങളോട് ആലോചന പറയുന്നത് ആരാധിക്കാൻ വേണ്ടി കനാലിലേക്ക് മടക്കി ഒരു തലമുറയെ ദൈവം കൊണ്ടുവന്നെങ്കിൽ ഇന്ന് പകൽ ദൈവാത്മാവ് വളരെ ശക്തമായി പറയുന്നു ആരാധിക്കാൻ തയ്യാറായ സത്യസന്ധതയുടെ ഏതൊക്കെ പ്രതികൂല സാഹചര്യത്തിന്റെ അകത്തു നിന്നും ദൈവത്തെ ആരാധിച്ച അനേക ഭക്തന്മാർ വൻ വിജയങ്ങൾ കണ്ട് ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് വൻ വിജയങ്ങൾ, വൻ കാര്യങ്ങൾ ചെയ്തത് ആരാധനയ്ക്കകത്തു നിന്നാണെന്നും നാം മനസ്സിലാക്കണം. ഇന്ന് പകരം ദൈവത്തിലാണ്. അബ്രഹാം നമുക്കറിയാം, അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, നീ 3 വഴി ദൂരം സഞ്ചരിച്ച് എനിക്കൊരു ആരാധന കഴിക്കണം. എന്തിനാണ്? വീടും ഭവനവും അതുപോലെ തന്നെ തന്റെ ചാർച്ചക്കാരും തന്റെ പ്രിയതമയൊക്കെ വിട്ടിട്ട് തന്റെ സ്വത്തും എല്ലാം വിട്ടിട്ട് ഒരു 3 വഴി ഒരല്പം ദൂരം മാറി നീ എനിക്കൊരു യാഗം കഴിക്കും, നീ എനിക്കൊരു ആരാധന കഴിക്കണം. അബ്രഹാമിന്റെ ദൈവം ആരാധനയിലാണ് ടെസ്റ്റ് ചെയ്തത്. എന്ന് പറഞ്ഞ ദൈവത്തിന്റെ ആത്മാവിന്റെ നിയോഗത്തെ ഞാൻ വിളിച്ചത് സത്യസന്ധമായ ആരാധന കഴിക്കാൻ തയ്യാറാകുന്നവനെ തോൽപ്പിക്കുവാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. ഉലകത്തിലെ ഒരു ശക്തിക്കും കഴിയത്തില്ലെന്ന് ഈ മതത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഉറപ്പിച്ച് പറയാവുന്ന പകലിൽ ഈ ഗൂഗിൾ മീറ്റിനകത്തിരിക്കുന്ന ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് സ്പെസിഫിക് ആയിട്ട് പറയുന്നു, ആരാധനയ്ക്കായി നിങ്ങൾ ഒരു സ്റ്റെപ്പ് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പരാജയപ്പെടത്തില്ല. ഇതുപോലെ ആരാധനയ്ക്കായി ദൈവത്തെ ആരാധിക്കുവാനായി എന്തെങ്കിലും ഒരു സ്റ്റെപ്പ് നിങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട് ഒരു കാരണവശാലും നിങ്ങളുടെ ജീവിതത്തിൽ പരാജയം എന്നൊരു വാക്ക് വരത്തില്ല. നമ്മൾ വിളിക്കുന്നത് ഈ അഖിലാണ്ടത്തെ മുഴുവനും ഉണ്ടാക്കിയ ഒരു ദൈവത്തെയാണെന്നുള്ള ഉത്തമ ബോധ്യം നമ്മുടെ അകത്തളങ്ങളിൽ ഭരിച്ചാൽ ഇതുപോലെ ദൈവാത്മാവ് ഏത് പ്രതിസന്ധികളെയും അതുകൊണ്ടാണ് ദാവീദ് പറഞ്ഞത്, നിന്നാൽ ഞാൻ കടപ്പെടുന്നതിനെ പാഞ്ഞിലും എന്റെ ദൈവത്തെ ഞാൻ മതിൽ ചാടി കടക്കും, നിന്റെ വിശുദ്ധ മന്ദിരത്തെ നോക്കി ഞാൻ കരഞ്ഞു എന്ന് പറഞ്ഞാൽ ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവിന്റെ നിയോഗത്തെ ഞാൻ വിളിച്ചു പറയട്ടെ. ആലയത്തിന്റെ മഹത്വം, ആരാധനയുടെ മഹത്വം തിരിച്ചറിഞ്ഞവൻ ഇന്ന് പകൽ ഏത് പ്രതികൂല സാഹചര്യത്തിന്റെ അകത്ത് വരുന്നവൻ ആരാധിക്കാൻ തയ്യാറാകും. ഇന്ന് പകൽ നമുക്കറിയാം, അബ്രഹാം മലയിൽ 3 ദിവസത്തെ വഴിദൂരം സഞ്ചരിച്ച് താൻ ഒരു ആരാധന കഴിച്ചത് അബ്രഹാമെ നീ ഈ കാര്യം ചെയ്തത് കൊണ്ട് ഞാൻ നിന്നെ ആകാശത്തിലെ ഭൂമിയിലെ മണൽത്തരി പോലെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ നിനക്ക് സന്തതികളെ ഞാൻ തരുമെന്ന് ദൈവത്തിന് വാഗ്ദത്തം ഒരു നിയമം ചെയ്തു. ഇതുപോലെ ഞങ്ങളുടെ ആരാധനയ്ക്കായി പുറപ്പെട്ട അബ്രഹാം വേദനയോടെ പുറപ്പെട്ടു. തന്റെ സ്വന്തം മകനെ യാഗം കഴിക്കണമെന്ന് ദൈവം ആരാധനയെ തന്നെ ടെസ്റ്റ് ചെയ്യുക. ടെസ്റ്റിനകത്ത്
ദൈവം അവനെ പുറത്തെടുത്തെങ്കിൽ അവന്റെ വിശ്വാസത്തിന്റെ ചവിട്ടുപടികൾ അത്രത്തോളം അതിഭയാനകമായ ഒരു യാത്രയെങ്കിലും ആ ആരാധനയ്ക്കകത്തുണ്ടാകുന്ന വിഷമത്തെ യേശുവിന്റെ നാമത്തിൽ ഇന്ന് മുതൽ ദൈവത്തിന്റെ നിങ്ങൾ വേദനയോടെ ആയിരിക്കും ദൈവത്തിന്റെ സന്നിധിയിൽ ആരാധിക്കുന്നു. പല പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ ചുറ്റി അലയ്ക്കുന്നുണ്ടാകാം, പല പ്രതിസന്ധികൾ നിങ്ങളെ വലയ്ക്കുന്നുണ്ടാകാം, ഒരു സ്തോത്രം പോലും പറയാൻ കഴിയാത്ത സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ അകത്തുണ്ടാകാം. വളരെ നീറുന്ന വിഷയങ്ങൾക്കകത്ത് ഇരുന്നുകൊണ്ടായിരിക്കാം നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നത്. പക്ഷെ ഇന്ന് പകൽ എത്ര നീറുന്ന വിഷയത്തിന്റെ അകത്താണ്, എത്ര അഴിയാത്ത കുരിക്കിന്റെ അകത്താണ് നിങ്ങൾ കിടക്കുന്നതെങ്കിലും സത്യസന്ധതയോടെ ദൈവത്തെ ആരാധിച്ചാൽ, ദൈവത്തിന് മഹത്വം കൊടുത്താൽ, ദൈവത്തെ പാടി സ്തുതിച്ചാൽ അതിന്റെ അകത്ത് ഇറങ്ങി വരുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട്. ഇന്ന് പകൽ അതിന്റെ അകത്ത് ഇറങ്ങി വരുന്ന ഒരു അനുഗ്രഹമുണ്ട്. തലമുറയായി അബ്രഹാം അനുഗ്രഹം പ്രാപിച്ചത് ആരാധിച്ചപ്പോഴാണ്. ഇന്ന് പകൽ ദൈവത്തിൽ നിങ്ങൾ വാർഷിപ്പ് ചെയ്താൽ, നിങ്ങൾ ജീവനും വിശുദ്ധിയുള്ള യാഗമായി ശരീരങ്ങളെ പ്രദർശിപ്പിച്ചാൽ, എന്ന് ന്യൂ ടെസ്റ്റ്മെന്റ് കാഴ്ചപ്പാടിൽ നമ്മുടെ ശരീരം, നമ്മുടെ ജീവിതം തന്നെയാണ് ആരാധന. നമ്മുടെ ജീവിത ലൈഫ് സ്റ്റൈൽ നമ്മൾ ദൈവത്തെ ശരീരം കൊണ്ട് ദൈവത്തെ ആരാധിച്ച് പ്രസാദിപ്പിക്കുകയാണ്. എന്ന് പറയുന്നത് ദൈവത്തിനെ ആരാധിക്കുന്ന ഒരുവനെ തോൽപ്പിക്കാൻ കഴിയത്തില്ല. എന്ന് പറയുന്നത് അങ്ങനെ തന്നെ ഒരു തലമുറയെ താൻ ആരാധന കൊണ്ട് പുറത്തെടുത്തിട്ടുണ്ട്. ഒരിക്കലും തനിക്ക് സാധ്യതയില്ലാത്ത വാക്തത്വങ്ങളെ താൻ പ്രാപിച്ചത് താൻ ആരാധനയിലൂടെ ആണെന്ന് മനസ്സിലാക്കിയ അബ്രഹാം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ആരാധിച്ചാൽ ഏത് പ്രതികൂലമായിക്കോട്ടെ, ഏത് പ്രതിസന്ധി ആയിക്കോട്ടെ, ഏത് നിന്ന വാക്കുകളായിക്കോട്ടെ, ഏത് ശത്രുവിന്റെ ഏത് രീതിയിലുള്ള അറ്റാക്കും ആയിക്കോട്ടെ, ഇന്ന് പകല് ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞു സത്യസന്ധതയോടെ ആരാധിച്ചാൽ അതിന്റെ അകത്ത് ഇറങ്ങി വരുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട്, ഒരു ദൈവ പ്രവൃത്തിയുണ്ട്. ഇന്ന് പകല് ദൈവാത്മാവ് വളരെ ശക്തമായി പറയുന്നു, നിങ്ങൾ ആരാധിച്ചു. ഏത് പ്രതിസന്ധിക്കകത്തും ഏത് പ്രതികൂലത്തിന്റെ അകത്ത് നിന്നുകൊണ്ടും ആരാധിക്കാൻ തയ്യാറ്. എത്ര വഴികൾ, എത്ര പണം മുടക്കിയാലും, എത്ര എഫോർട്ട് എടുത്താലും നിങ്ങൾ ആരാധനയ്ക്ക് വേണ്ടിയാണ് എഫോർട്ട് എടുക്കുന്നെങ്കിൽ അതിന്റെ അകത്ത് നിശ്ചയമായി ഒരു മറുപടി ഉണ്ടായിരിക്കും. സ്തോത്രം. ഇന്ന് പോലെ ദൈവത്തിന്റെ സാധാരണമായ ആ നിയോഗത്തിന്റെ അകത്ത് ഇന്ന് നമ്മൾ കാണുന്നതും നമ്മൾ ചെയ്യുന്നതും ഒക്കെ നമ്മുടെ മാനുഷികമായ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ആരാധന കഴിക്കുന്നത്. ഇന്ന് പോലെ വിടുതലിന് വേണ്ടി ആളുകൾ ഓടി നടക്കുകയാണ്. രാത്രി പല സാഹചര്യം, പല മാധ്യമങ്ങളിലൂടെ, പല വീഡിയോകളിലൂടെ, പല സ്ഥലങ്ങളിലൂടെ നമ്മൾ കേൾക്കുന്ന ഒരു കാര്യം, പെട്ടെന്ന് കാര്യങ്ങൾ സാധിപ്പിച്ചെടുക്കുന്ന ഒരു ഫാസ്റ്റ് ആയിട്ടുള്ള ലോകത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം എങ്ങനെയും നമ്മുടെ കാര്യങ്ങൾ പെട്ടെന്ന് സാധിപ്പിച്ചെടുക്കണം. നമ്മുടെ കാര്യങ്ങൾ സാധിപ്പിക്കാൻ വേണ്ടി മാത്രം പല കാര്യങ്ങൾ ചെയ്യുകയും പല പൈസ മുടക്കുകയും സമയം ചെലവഴിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമുക്കറിയാം. പക്ഷെ സത്യസന്ധതയോടെ ദൈവത്തെ വിളിച്ചാൽ അനുഗ്രഹം നീ ഇരിക്കുന്നിടത്ത് വരും. ഇന്ന് പകരം ദൈവാത്മാവ് വളരെ ശക്തമായി ചെറുകളോട് നീ ആരാധിക്കാൻ തയ്യാറായ, നിന്റെ ദേശത്ത് ദൈവത്തെ ഉയർത്താൻ തയ്യാറായ, എനിക്കൊരു ദൈവമുണ്ടെന്നും ഞാൻ വിളിക്കുന്ന ദൈവം ഈ ഉരുവല സാമർത്ഥ്യം മുഴുവനും ഉണ്ടാക്കിയ ഒരു ദൈവമാണെന്നും വിശ്വസിച്ചുകൊണ്ട് ആ ദൈവത്തിന് സകലതും കഴിയുമെന്ന് വിശ്വസിച്ച് നമ്മൾ പ്രാർത്ഥിച്ച ഇന്ന് പകരം ദൈവത്തിന്റെ ആത്മാവ് വളരെ ശക്തമാണ്. അതിനകത്ത് ഇറങ്ങി വരുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട്. ഇന്ന് പകലിൽ അസാധാരണമായ ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടണമെങ്കിൽ വെളിപ്പെടാതെ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ വിശുദ്ധിയുള്ള ആരാധന വെളിപ്പെടാത്തത് കൊണ്ടാണ്. ഞാൻ പറയട്ടെ, വിശുദ്ധിയുള്ള ആരാധന എവിടെ വെളിപ്പെട്ടോ, വിശുദ്ധിയുള്ള വർഷിപ്പ് എവിടെ വെളിപ്പെട്ടോ, വിശുദ്ധിയുള്ള വർഷിപ്പ് ഏത് കുടുംബത്തിനകത്ത് വെളിപ്പെട്ടോ അവിടുത്തെ ക്രൈസിസ് നിശ്ചലമായി മാറിയിരിക്കും. നിർബന്ധമാണത്. അത് ദൈവത്തിന്റെ വിശ്വസ്തതയാണ്. കാരണം വിശ്വസ്തയോടെ വിളിച്ച ദൈവത്തിന് കേൾക്കാതിരിക്കാൻ പറ്റത്തില്ല. എന്ന് പകരം ദൈവാത്മാവ് വളരെ ശക്തമായി അതുകൊണ്ടാണ് അത് തിരിച്ചറിയുന്ന മറിയ ആഴ്ചവട്ടത്തിന്റെ ഒന്നാം നാളിൽ ഓടുകയാണ് കർത്താവിനെ തേടി ഓടുകയാണ്. ഇന്ന് പകരം ദൈവത്തിന്റെ നിന്റെ കണ്ണുനീര് കണ്ടിട്ട് മറികടന്നു പോകുന്ന ഒരു ദൈവത്തെ അല്ല വിളിക്കുന്നത്. ഇന്ന് പകലിൽ വിശുദ്ധിയോടെ ദൈവത്തെ ആരാധിച്ചാൽ ഇന്ന് പകരം ദൈവാത്മാവ് പറയുന്നു, ഹന്നയോട് പറഞ്ഞു, ഹന്ന നീ എന്തിനാണ് കരയുന്നത്? അവൾ ആലയത്തിലേക്ക് ഓടിച്ചു, നമ്മുടെ വിഷയവുമായി ആരാധന സ്ഥലത്തേക്ക് ഓടിച്ചെന്നു. ആരാധിക്കുന്ന ആലയത്തിൽ പുരോഹിതൻ പോലും അറിയാതെ ഒരു ആരാധന കഴിച്ചപ്പോൾ അതിനകത്തുനിന്ന് ഒരു ദൈവശബ്ദം അവൾക്ക് വേണ്ടി കിട്ടി, നീ അടുത്ത ആണ്ടിൽ ഒരു കുഞ്ഞിന് ജന്മം നൽകി. ഇത് പറഞ്ഞ് ദൈവത്തിന്റെ ആത്മാവിന്റെ നിയോഗത്തിൽ ഞാൻ വിളിച്ചു പറയട്ടെ, ഏത് വിഷയത്തിലാണോ നിങ്ങൾ ഭാരപ്പെട്ടിരിക്കുന്നത്, ഏത് വിഷയത്തിലാണോ ശത്രു നിങ്ങളെ കുടുക്കിയിട്ടിരിക്കുന്ന വകയിൽ ശക്തിയോടെ ആരാധിച്ചാൽ അസാധാരണമായ ദൈവത്തിന്റെ നന്മകൾ നിങ്ങളുടെ വീട്ടിന്റെ അകത്ത് വന്നു ചേരുക തന്നെ ചെയ്യും. ആരാധിച്ച് ദൈവത്തിന് മഹത്വം കൊടുത്താൽ ഇന്ന് പകരം ദൈവാത്മാവ് വളരെ ശക്തമായ ചിലരുടെ മേൽ ദൈവത്തിന്റെ സാധാരണമായ ദൈവപ്രവൃത്തി ഉണ്ടാകുക തന്നെ ചെയ്യും. നമുക്ക് അതൊരു വലിയ ദൈവപ്രവൃത്തി. നമുക്കറിയാം യാക്കോബ് ഉൽപ്പത്തി പുസ്തകം 28-18 മുതലുള്ള വാക്യങ്ങൾ ഒന്ന് വായിച്ചാൽ ഉൽപ്പത്തി പുസ്തകം അത് നമുക്കൊന്ന് രണ്ട് കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് ഒന്ന് വായിച്ചു പോയാൽ നല്ലതായിരിക്കും. പെട്ടെന്ന് വായിച്ചത് നന്നായിരിക്കും. ഉൽപ്പത്തി പുസ്തകം 28-18 വരുന്ന വാക്യം. യാക്കോബ് അധികാലത്ത് എഴുന്നേറ്റു, തലേടിയായി വെച്ചിരുന്ന യാക്കോബ്
തലയണിയായി വെച്ചിരുന്ന കല്ലെടുത്ത് ആ തൂണായി നിർത്തി അതിന്മേൽ എണ്ണ ഒഴിച്ചു. അവൻ ആ സ്ഥലത്തിന് ബഥേൽ എന്ന് പേർ വിളിച്ചു. പട്ടണത്തെ ബഥേലാക്കി മാറ്റിയത് യാക്കോബ് എടുത്ത അസാധാരണമായ ഒരു ഡിസിഷനാണ്. എന്ന് പറയുന്നത് നമുക്ക് ആ ഭാഗം മുഴുവൻ വായിക്കാനുള്ള സമയമില്ല. അതിൻ്റെ അകത്ത് നിങ്ങൾ ധ്യാനിക്കണം, ആ വിഷയം ആഴമായി പഠിക്കണം. തന്റെ ജീവിതത്തിന്റെ അകത്ത് നിന്ന് തന്റെ അപ്പനെയും അമ്മയും ഒക്കെ വിട്ടിട്ട് ജ്യേഷ്ഠനെ പേടിച്ച് ഓടുന്ന വഴികളിൽ രാത്രിയിൽ തനിക്ക് വെളിപ്പെട്ട ഒരു സ്ഥലത്ത് ദൈവം ശബ്ദം ഇറങ്ങിയ ഒരു സ്ഥലത്ത്, ദൈവിക ദർശനം പ്രാപിച്ച ഒരു സ്ഥലത്ത് ഇത് ദൈവത്തിന്റെ പ്ലേസ് ആണെന്ന് അദ്ദേഹം മനസ്സിൽ ഉറപ്പിക്കുകയും ദൈവത്തോട് ഒരു നിയമം ചെയ്യുകയും ചെയ്യുന്നതാണ് അവിടെ കാണുന്നത്. എന്ന് പകരം അവിടെ വെച്ച് പറയുകയാണ്, താൻ തലയണയായി വെച്ച കല്ലെടുത്ത് നാട്ടി എണ്ണ ഒഴിച്ച് അദ്ദേഹം ഒരു ദൈവമായിട്ട് ഒരു ആരാധന കഴിക്കുകയാണ്. നീ എന്നെ ക്ഷേമത്തോടെ മടക്കി വരുത്തിയാൽ ഞാൻ നിനക്കൊരു ആലയം പണിയും. ഇന്ന് പറയും ദൈവത്തിന്റെ ആത്മാവിനെ ആരാധനയ്ക്ക് നിങ്ങൾ ഒരു സ്റ്റെപ്പ് എടുത്ത് വെച്ചാൽ, ഇന്ന് പറയും ആരാധിക്കാൻ വേണ്ടി എന്തെങ്കിലും, എന്നോട് പരിശുദ്ധാത്മാവ് പറയുന്നു ഹിന്ദു സിസ്റ്ററെ, ആരാധിക്കുവാൻ വേണ്ടി ഒരു പ്ലേസ് ദൈവാത്മാവ് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കാൻ പോകും. കർത്താവ് പദ്ധതി ദൈവം യാക്കോബ് പറഞ്ഞു, നീ എന്നെ ഈ ദേശത്ത് മടക്കി കൊണ്ടുവന്ന, നീ എന്നെ യഥാസ്ഥാനപ്പെടുത്തിയ, അങ്ങനെയാണ് ആ വാക്കങ്ങനാണ്. ഇന്ന് പകലിൽ യഥാസ്ഥാനപ്പെടുത്തിയ, ഞാൻ നിനക്ക് ആരാധിക്കേണ്ടതിന് ഒരാലയത്തെ പണിയും. ഇന്ന് പകലിൽ അദ്ദേഹം എടുത്തു വെക്കുന്ന, ദൈവത്തെ ആരാധിക്കാൻ എടുത്തു വെക്കുന്ന ഒരു എഫോർട്ടുകളുണ്ട്. ഇന്ന് പകലിൽ അത് സ്വതന്ത്രം നമ്മളൊന്ന് വിശ്വസിച്ച് ഇന്ന് പകലിൽ ഈ പ്ലാറ്റ്ഫോമിനകത്ത് ദൈവാത്മാവ് ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ആത്മീയ സന്ദേശം ഒരു ദൈവാത്മാവ് എടുക്കാൻ പോവുകയാണ്. ഒരു പ്രവർത്തന ശബ്ദമാണെങ്കിലും അത് നമ്മൾ തീരുമാനപ്പെടുന്നത് അത് വർദ്ധിക്കും. ഞാൻ പോകുന്നിടത്ത് എനിക്ക് ആഹാരവും എനിക്ക് വസ്ത്രവും എന്നെ മടക്കി കൊണ്ടുവന്നാൽ ഞാൻ നീ എനിക്ക് എന്റെ ക്ഷേമത്തോടെ, എന്റെ കുടുംബത്തോടെ, എന്റെ തലമുറയോട് എന്നോട് വിശ്വസ്തത കാണിച്ചാൽ ഞാൻ എനിക്ക് വേണ്ടി ഇന്നത്തെ ആരാധനയ്ക്ക് വേണ്ടി ഇന്നത് അവൻ നിങ്ങളുടെ ഹൃദയത്തിൽ എന്ത് തോന്നുന്നു അത് മുഴുവനായിട്ട് ഒന്ന് ഷെയർ ചെയ്യും. ദൈവമായിട്ടൊന്ന് ഷെയർ ചെയ്യും. കർത്താവുമായിട്ടൊന്ന് വിട്ടുകൊടുത്ത ഷെയർ ചെയ്യും. മനസ്സിന് തുറന്നു കർത്താവുമായിട്ടൊന്ന് സംസാരിച്ചു. യേശു നമ്മളൊരു മെസ്സേജ് കേൾക്കാൻ ഇരിക്കുമ്പോൾ ഞാൻ ഒത്തിരി മെസ്സേജ് കർത്താവിനോട് പ്രാസം നമുക്ക് മനസ്സിൽ സംസാരിക്കാൻ വേണ്ടിയത് ഇന്ന് രാത്രി ദൈവാത്മാവ് വന്നതുകൊണ്ട് ഒന്ന് ഹൃദയം തുറന്ന് കർത്താവേ, ഞാൻ യാക്കോബ് പറഞ്ഞില്ല, യാക്കോബ് ദർശനം കണ്ടിട്ട് പറയാണ്, കർത്താവ് നീ എന്റെ ക്ഷേമത്തോടെ നടക്കണം. ചില വിഷയത്തിനകത്ത് ചില പ്രോത്സാഹനമായി കുടുങ്ങിക്കിടക്കുന്ന പല വിഷയങ്ങളും പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നുള്ളൂ. പല യാത്രകൾ മുടങ്ങിക്കിടക്കുന്നുള്ളൂ. പല വിഷയങ്ങൾ കുടുങ്ങി നിങ്ങൾ നിരാശമായി ഇരിക്കുന്നതോടുകൂടി നമ്മൾ തീരുമാനമെടുക്കുക. കർത്താവുമായിട്ടൊരു കുടുംബത്തിന് തയ്യാറാണ്. എനിക്ക് സ്വന്തം ആരാധനമാണ്. എനിക്ക് ദൈവമായിട്ട് എന്റെ കുടുംബം ചെയ്യണം. എനിക്ക് ദൈവമായിട്ടൊന്ന് പക്ഷെ ബ്രേക്ക് ആയി പോകുന്നു പറയുന്നത് ഇടയ്ക്ക്. ഇപ്പൊ കേൾക്കാമോ? ഇപ്പൊ കേക്കാം. ഇടയ്ക്ക് എന്തോ പറ്റി. സാരമില്ല. ഞാൻ പറയുന്നതിലധികം മൈക്ക് അവിടെ ആ ഒരു ഓണാക്കുന്നുണ്ട്. അതെ എല്ലാരും സ്തോത്രം. ഞാൻ പറയുന്നത് റിപ്പീറ്റ് കേട്ടോണ്ടിരിക്കുക. ആണോ? ഒരു മിനിറ്റ് പാസ്റ്റർ. ഒരു മിനിറ്റ്. ഇപ്പൊ കേക്കാവോ? ഓക്കെ. അപ്പൊ നമ്മൾ ഇന്ന് രാത്രി ദൈവമായിട്ട് എനിക്കറിയാം വളരെ വളരെ സ്പെഷ്യലായ ദൈവത്തിന്റെ ഒരു കൈമാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളത് വിശ്വസിക്കുക. ദൈവമായിട്ടൊന്ന് മനസ്സ്
സംസാരിക്കാൻ ഒന്ന് തയ്യാറായിരിക്കും. കഴിയുമെങ്കിൽ നിങ്ങൾ വീഡിയോ ഓണാക്കാൻ കഴിയുന്നവർക്ക് കഴിയുമെങ്കിൽ അത് ഓണാക്കാം. കാരണം ഒരു ഒരു ആത്മീയ ഒരു ഇടപെടൽ ഉണ്ടാകുന്ന ഒരു സമയമാണ്. അതിനുവേണ്ടി നമ്മൾ നമ്മൾ ഒരുപാട് മെസ്സേജസ് കേൾക്കുന്നു. എനിക്കറിയാം, എനിക്ക് അറിവുള്ളവരും ഇതിനകത്തുണ്ട്, ഒരുപാട് പ്രാഗൽഭ്യമുള്ളവരും അത്ര മെസ്സേജുകൾ കേൾക്കുന്നവരും ഒരുപാട് പ്രാർത്ഥിക്കുന്നവരും ഒക്കെ ഇതിനകത്തുണ്ട് എന്നെനിക്കറിയാം. വർഷങ്ങളുടെ പാരമ്പര്യമുള്ളവരും ഒക്കെ ഇതിനകത്ത് തന്നെ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ദൈവാത്മാവ് പറയുന്നു, നീ യാക്കോബിന്റെ ഡിസിഷൻ എടുത്തു. കർത്താവേ, ഞാനൊരു ഡിസിഷൻ എടുക്കണം. ഞാൻ പോകുന്നതോട് തന്നെ ക്ഷേമത്തോടെ എന്നെ മടക്കി വരുത്തിയ, എന്നെ യഥാസ്ഥാനപ്പെടുത്തിയാൽ ഞാൻ നിനക്ക് വേണ്ടി ഒരു ആലയം പഠിക്കുന്ന പകരം ദൈവത്തിന് വേണ്ടി ചിലത് ചെയ്യുവാൻ തയ്യാറാകും. ആരാധനയ്ക്ക് വേണ്ടി ഒരു സ്റ്റെപ്പ് എടുക്കാൻ തയ്യാറാകുന്നവരുടെ മേൽ ദൈവത്തിന്റെ സാധാരണമായ ദൈവിക നിയോഗങ്ങൾ പുറത്തു വരാൻ പോവുകയാണ്. ദൈവം വളരെ ശക്തമായി പറയുന്നു, ആരാധനയ്ക്ക് വേണ്ടി കർത്താവിനോട് ഉടമ്പടി ചെയ്ത കർത്താവേ, ഇന്ന് ഈ രാത്രി ഈ സമയം ഞാൻ ചില തീരുമാനങ്ങൾ എടുക്കുന്നു. എന്റെ ജീവിതത്തിന്റെ അകത്ത്, അടുത്ത മുന്നോട്ടുള്ള ലൈഫിന്റെ അകത്ത് കർത്താവ് എന്നെ സംരക്ഷിച്ച, കർത്താവ് എന്നെ മുന്നോട്ട് വഴി നടത്തുമെങ്കിൽ യാക്കോബ് എടുത്തുകൊണ്ട് ഒരു തീരുമാനത്തിന്റെ അകത്തേക്ക് നിന്നൊന്ന് വന്നാട്ടെ. പകലെ ദൈവത്തിന്റെ ആത്മാവ് വളരെ ശക്തമായി ആരാധിച്ച് അവനൊരു രാഷ്ട്രമായി മാറി. ഇത് പകരം ഞാൻ അങ്ങനെ തന്നെ ആ ദൂരത്തെ കൈമാറണം. അവൻ ആരാധിച്ച് പിടിക്കുവാൻ പ്രയർ മീൻസ് അവനത് വർഷിപ്പ് ചെയ്ത്, അല്ലെങ്കിൽ പ്രയർ ചെയ്ത് ആരാധിച്ച് ദൈവത്തിന്റെ ദൂതനെ പിടിച്ചു വെച്ച് എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ നിന്നെ വിടത്തില്ല എന്ന് പറഞ്ഞ് തിരികെ റിട്ടേൺ വരുമ്പോൾ അദ്ദേഹം ചെയ്യുന്നത് വളരെ ദൈവാത്മാവ് പറയുന്നു, ആരാധിക്കുമ്പോൾ ചില അന്ധകാര ശക്തികൾ കിഴിപ്പാൻ കഴിയത്തില്ല. അസാധാരണമായ ദൈവത്തിന്റെ നിയോഗങ്ങൾ വീഴുന്ന ടൈമാണ്. ആരാധിച്ചപ്പോൾ യാക്കോബ് എന്ന പേര് മാറി ഇസ്രായേൽ എന്നായി മാറി. ദൈവത്തിന്റെ നിങ്ങളുടെ പേരിനെ പോലും, കുടുംബത്തിന്റെ പേരിനെ പോലും നിങ്ങളുടെ കുടുംബത്തിന്റെ അവസ്ഥകളെ, ഹിസ്റ്ററിയെ പോലും ചേഞ്ച് ചെയ്യാൻ കഴിയും. ആരാധനയ്ക്കകത്ത് കഴിയും. അബ്രഹാം ഇന്ന് മുതൽ ദൈവാത്മാവിനെ കേഫ എന്ന് പറഞ്ഞല്ലേ, ഇന്ന് മുതൽ ദൈവാത്മാവ് ചിലരെ തൊട്ടിട്ട് ദൈവാത്മാവ് പറയാണ്, നിന്റെ തീരുമാനത്തിന്റെ അകത്ത് ദൈവം പ്രവർത്തിക്കാൻ പോകുന്നത്. തീരുമാനത്തിനകത്ത് ദൈവം പ്രവർത്തിക്കാൻ ആരാധിച്ച് അവനൊരു രാഷ്ട്രമായി മാറില്ല. നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ വിഭ്രാന്തമായി ഇപ്പോഴും കിടക്കുന്നുവെങ്കിൽ വിശുദ്ധിയോടെ ഒരാൾ നിൽക്കാൻ തയ്യാറായപ്പോൾ, ദൈവത്തിന് വേണ്ടി ഒരാൾ നിൽക്കാൻ തയ്യാറായപ്പോൾ, ആലയത്തിന് വേണ്ടി ഒരാൾ നിൽക്കാൻ തയ്യാറായപ്പോൾ, ആരാധനയ്ക്ക് വേണ്ടി നിൽക്കാൻ ഒരാൾ തയ്യാറായപ്പോൾ അവനെ ഒരു രാഷ്ട്രമാക്കി മാറ്റണമെന്ന് ദൈവം തീരുമാനിച്ചു. ഇത് പകലെ യാക്കോബേ, നീ യാക്കോബല്ല, ഇന്ന് മുതൽ നീ ഇസ്രായേൽ എന്നറിയപ്പെടും എന്ന് പറഞ്ഞാൽ അവനാണ് ആദ്യം ഒരു ആരാധന ആലയം എന്ന് പറയുന്ന ഒരു തീരുമാനത്തിലേക്ക് ഇന്ന് പകരം ദൈവാത്മാവ് വളരെ നമ്മുടെ പിതാക്കന്മാർ, നമ്മുടെ തലമുറയ്ക്കൊക്കെ കഴിയാത്ത ഒരു ഡിസിഷൻ നമ്മുടെ ഉള്ളിന്റെ അകത്തുനിന്ന് വന്നാൽ ആ വിശ്വസ്തതകളെ ആരാധിക്കാൻ തയ്യാറായ അനുഗ്രഹങ്ങളെ വീട്ടിന്റെ അകത്ത് വന്ന് ചേരുക. അതുകൊണ്ടാണ് വീതിച്ചപ്പോൾ, കനാൻ ദേശം വീതിച്ചപ്പോൾ 12 ഗോത്രത്തിന് തുല്യമായി ദൈവം വീതിച്ചു. ഞാൻ പറഞ്ഞ ഒരു മനുഷ്യൻ ആരാധിക്കാൻ തയ്യാറായപ്പോൾ, ഒരു മനുഷ്യൻ ഡിസിഷൻ എടുക്കാൻ തയ്യാറായപ്പോൾ തലമുറ മേലത് ശാശ്വതമായി വീണ അവന്റെ അധികാരവും വാക്തത്വമാണെങ്കിൽ ഇന്ന് പകരം ദൈവത്തിന്റെ ആത്മാവിന്റെ നിയോഗത്തെ ഞാൻ വിളിച്ചു പറയട്ടെ, ആരാധിക്കുന്നവനെ ദൈവം അതിശക്തമായി വഴിമാറി പോകുമ്പോഴാണ്. അപ്പോൾ നമുക്കൊരു ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാൻ, ഈ വിഷയത്തിന് ഒരുപാട് നൂലുകൾ ഇതിന്റെ അകത്തുണ്ടെങ്കിലും വർഷങ്ങളുടെ 20 വർഷത്തെ കണക്ക് തിരിച്ചിട്ട് യാക്കോബ് 20 വർഷത്തെ നഷ്ടക്കണക്ക് പറയുമ്പോൾ അതിനെ ഒറ്റ രാത്രി കൊണ്ട് താൻ തിരിച്ചു. ഒറ്റ രാത്രി കൊണ്ടേ ആരാധന കൊണ്ട് 20 വർഷത്തെ കണക്ക് ദൈവം തിരിച്ചിട്ട് കൊടുത്ത ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയട്ടെ, നിങ്ങളുടെ വർഷങ്ങൾ പഴക്കമുള്ള കണക്കുകൾ ദൈവം തീർക്കാൻ ഒരൊറ്റ ആരാധന വെളിപ്പെട്ടാൽ മതി. ഒരൊറ്റ മനസ്സ് തുറന്നുള്ള ഒറ്റ ആരാധന മതി. ഒറ്റ ആരാധനയ്ക്കകത്ത് എത്ര വർഷം പഴക്കമുള്ള വിഷയമായാലും കഴിവുള്ള ഒരു ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നതെന്ന് വിശ്വസിച്ചാൽ ഇന്ന് പകലിൽ ദൈവാത്മാവ് അതിശക്തമായ ദൈവപ്രവൃത്തികൾ നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത, മനുഷ്യന്റെ മനസ്സിനെ ചിന്തിക്കാൻ കഴിയാത്ത ദൈവപ്രവൃത്തികൾ ആരാധനയ്ക്കകത്ത് വെളിപ്പെടും വരിക തന്നെ ചെയ്യും. സാധാരണമായി ചിന്തിച്ചു പോകുന്നെങ്കിലും ആ വിഷയത്തിന്റെ അകത്ത് വലിയ ദൈവപ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുന്നത് ദൈവം. നമുക്കറിയാം, ഏരിയാവ് 450 അവരുടെ മന്ത്രവാദികളുമായിട്ട് ഏറ്റുമുട്ടുന്ന ആ കർമ്മമലയിൽ ഏറ്റുമുട്ടുമ്പോൾ അദ്ദേഹം ഒറ്റയ്ക്കാണ് നിൽക്കുന്നത്. പകലിൽ ആരാധനയ്ക്ക് വേണ്ടി ഒരുത്തൻ ഒറ്റയ്ക്ക് നിന്നാലും ലോകം മുഴുവനും നിനക്കെതിരായി നിന്നാലും, നിന്റെ വീട് മുഴുവനും എതിരായി നിന്നാലും, രാജ്യം മുഴുവനും എതിരായി നിന്നാലും, ദൈവത്തിന് വേണ്ടി
ഒരു സ്റ്റെപ്പ് ആരാധനയ്ക്ക് വേണ്ടി നിങ്ങൾ ഒരു സ്റ്റെപ്പ് ഇട്ടുകൊണ്ട് നിങ്ങൾ പരാജയപ്പെടത്തില്ല. 100% ഉറപ്പ് തരാം ആ വിഷയത്തിന്റെ അകത്ത് നിങ്ങൾ പരാജയപ്പെടത്തില്ല. സത്യസന്ധമായ ആ വിഷയത്തിന്റെ അകത്ത് നിങ്ങളെ തോൽപ്പിക്കാൻ കഴിയത്തില്ല. എത്ര ഒരു പക്ഷേ ഒറ്റയ്ക്ക് അപ്പം ഞാൻ ഒരുത്തം മാത്രം ഇസ്രായേലിൽ ശേഷിച്ചിരിക്കുന്നു. അപ്പൊ ദൈവം പറയുന്നുണ്ട്, വാലിന് മുട്ടുകുത്താത്ത 7,500 ചില്ലാനും പേരെ ഞാൻ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. പക്ഷെ നിന്നെ മാത്രം പ്രദർശിപ്പിക്കാനുള്ള കാരണം എന്താണെന്നറിയാമോ? നീ ഒറ്റയ്ക്ക് നിന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ആരാധന കൊണ്ടുവരുവാൻ കഴിവുള്ള അതിശക്തനായ ഒരു ലീഡറാണെന്ന് ദൈവത്തിന് അറിയാവുന്നത് കൊണ്ട് നിന്നെ മാത്രം ഞാൻ പറഞ്ഞ നീ ഒറ്റയ്ക്ക് ഉണ്ടായിരിക്കത്തുള്ളൂ. ചില വിഷയങ്ങളില്ലാത്ത ഒറ്റയ്ക്ക് കാണത്തുള്ളതായിരിക്കാം. പക്ഷെ ദൈവത്തെ ആരാധിച്ച് രാത്രി ദൈവം പറയുന്നു വിടുതൽ നിശ്ചയമാണ്. ഏത് ദുരാത്മാവിന്റെ പോരാട്ടം, ഏത് മന്ത്രവാദ ആഭിചാര ബന്ധനങ്ങളായിക്കോട്ടെ, ഏത് മാനുഷിക വാക്കുകൾ, ഏത് മുറിപ്പെടുത്തുന്ന വാക്കുകൾ അകത്തോ പുറത്തോ ആയിക്കോട്ടെ, ഏത് സഭയ്ക്കകത്തുനിന്നോ ഏത് മിനിസ്ട്രിക്കകത്തുനിന്നോ വന്നോട്ടെ, പക്ഷെ ഇന്ന് രാത്രി ദൈവത്തിനകത്ത് ഏത് വിഷയത്തിലാണോ നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നത്, ശക്തിയോട് ദൈവത്തെ ആരാധിച്ചോ, ദൈവത്തെ വിളിച്ചോ, അതിന്റെ അകത്ത് ദൈവം മറുപടി തന്നിരിക്കും. രാത്രി വിശുദ്ധിയോട് വിളിക്കുന്നവരെ വരാതിരിക്കാൻ എന്റെ ദൈവത്തിന് കഴിയത്തില്ല. നിന്റെ ശരീരത്തെ നോക്കിയിട്ട് അതിന്റെ ജീവിതത്തെ വിശുദ്ധിയോടെ വിളിച്ചാൽ അതിനകത്ത് ഇറങ്ങി വരാതിരിക്കാൻ എന്റെ ദൈവത്തിന് അന്ന് കഴിഞ്ഞിട്ടില്ല, ഇന്നും കഴിയത്തില്ല. ഉറപ്പ് പറയാം, ദൈവം ഇറങ്ങി വന്നിരിക്കും. ദൈവം ആ കാര്യത്തിൽ ഇടപെട്ടിരിക്കും. എന്ന് പറഞ്ഞാൽ നമുക്ക് ആ വിഷയത്തിനകത്ത് എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് നമുക്ക് നിൽക്കാൻ കഴിയുമോ? ആ കർമ്മലിൽ ഒറ്റയ്ക്ക് വെള്ളം കോരി ഒഴിച്ച് ദേഹത്തിന്റെ മേലുള്ള കോൺഫിഡൻസ് ഒന്ന് ആലോചിച്ച് വയ്ക്കുക. കോൺഫിഡൻസ് ഒന്ന് ആലോചിച്ച് വയ്ക്കുക. ഇത് പകലിൽ ഞാൻ വിളിച്ചാൽ എന്റെ ദൈവം കേൾക്കും, ഞാൻ വിളിച്ചാൽ സ്വർഗ്ഗത്തിൽ മറുപടി എന്നുള്ള ഒരു കോൺഫിഡൻസ് ആലോചിച്ച് വയ്ക്കുക. ഇന്ന് പകൽ ഏത് പ്രതികൂലത്തിന്റെ അകത്ത് നിങ്ങൾ നിന്നാലും, എത്ര വലിയ പ്രതിസന്ധിക്ക് അകത്ത് നിങ്ങൾ നിന്നാലും, അവിടെ നിന്നുകൊണ്ട് ദൈവത്തെ വേണ്ടുന്ന പോലെ ഒന്ന് വിളിച്ചാൽ അവിടെ ഇറങ്ങി വരുന്ന നിങ്ങൾ അറിയാത്ത ഒരു ദൈവശക്തിയുണ്ട്, ഒരു ദൈവത്തിന്റെ മഹത്വമുണ്ട്, ഒരു ദൈവത്തിന്റെ പ്രവൃത്തിയുണ്ട്. ആ പ്രവൃത്തിയെ തടുക്കാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. ഒടുക്കുവാൻ കഴിയത്തില്ല. പ്രവചിക്കേണ്ട കാര്യം ഏത് വിഷയത്തിലാണല്ലോ ധാരപ്പെട്ടിരിക്കുന്നത്, ആ വിഷയത്തിന്റെ അകത്ത് ഇന്ന് രാത്രി ഒരു വിടുതൽ, ആ വിഷയത്തിന്റെ അകത്ത് ഇന്ന് രാത്രി ഒരു മറുപടി ദൈവമാണ്. നമുക്കറിയാം, ചന്ദ്രക്ക് മേശക്ക് അഭേദനോവിനെ തീക്കകത്തിട്ട് തീച്ചൂളം പോലുള്ള ശോധനയ്ക്കകത്ത് നിൽക്കുമ്പോഴും രാജാവ് ഞങ്ങളെ എന്റെ ദൈവം എന്നെ രക്ഷിച്ചാലും ഇല്ലെങ്കിലും ഞാൻ ഈ കാര്യം ചെയ്യത്തില്ല, ഞങ്ങൾ ഈ കാര്യം ചെയ്യത്തില്ല എന്നുള്ള ആ ബിംബത്തെ ഞങ്ങൾ ആരാധിക്കത്തില്ല എന്നുള്ള അവരുടെ തീരുമാനത്തിന്റെ അകത്ത്, ആ ആരാധനയ്ക്കകത്ത് തീച്ചൂളയ്ക്കകത്ത് ഇറങ്ങി നിൽക്കുന്ന ഒരു ദൈവത്തെ നമ്മൾ മാലാമന്റെ രൂപം മനുഷ്യപുത്രനോട് സദൃശ്യമുള്ള ഒരു രൂപമെന്ന് ദാനിയേൽ പറയുന്ന രാത്രിയിൽ നിങ്ങൾ അറിയാതെ നിങ്ങളുടെ ഭവനത്തിന്റെ അകത്ത് തീച്ചൂള പോലുള്ള വിഷയത്തിന്റെ അകത്ത് ഇറങ്ങി നിൽക്കുന്ന ഒരു നാലാമനുണ്ട്, ഇറങ്ങി നിൽക്കുന്ന ഒരുവനുണ്ട്. രാത്രി ദൈവം വിളിക്കേണ്ടത് പോലെ വിളിച്ചാൽ ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ട്, സംസാരിക്കുന്ന ഒരു ദൈവമുണ്ട്, യുദ്ധം ചെയ്യുന്ന ഒരു ദൈവമുണ്ട്, പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. ആരാധിക്കുന്നതിനെ സംരക്ഷിക്കുന്നത് സ്വർഗ്ഗത്തിന്റെ ചുമതലയാണ്, സ്വർഗ്ഗത്തിന്റെ പദ്ധതിയാണ്. ആരാധിക്കുന്നവരെ പൊതിഞ്ഞു പിടിക്കേണ്ടത്, ആരാധിക്കുന്നവരെ ദൈവത്തിന്റെ പദ്ധതിയാണെങ്കിൽ ആരാധിക്കുന്ന നിന്നെ പ്രൊട്ടക്ട് ചെയ്യുവാൻ, ആരാധിക്കുന്ന നിനക്ക് വേണ്ടതെല്ലാം കൊണ്ടുവന്ന് തരുവാൻ, ആരാധിക്കുന്ന നിനക്ക് വേണ്ടി സോഴ്സുകളെ തുറക്കുവാൻ. ഇന്ന് രാത്രി ഏത് സാഹചര്യത്തിന്റെ അകത്തുണ്ടല്ലോ അതിന്റെ അകത്ത് മഴ ഒരു ദൈവമുണ്ട്. ഇന്ന് രാത്രിയിൽ മഴ മുട്ടി നിൽക്കുന്ന വിഷയങ്ങൾക്കകത്ത് ദൈവത്തിന്റെ അമ്മ പറയുന്നു, ദൈവമേ ഒന്ന് വിളിച്ചാൽ ആരാധിച്ചാൽ അതിന്റെ അകത്ത് വെളിപ്പെടുന്ന ദൈവ സാന്നിധ്യമുണ്ട്. അസാധാരണമായി എന്ന് പറഞ്ഞാൽ നമുക്കിതൊക്കെ അറിയാവുന്ന കാര്യമായതുകൊണ്ട് ഞാൻ ഒന്നുമില്ല. ചെങ്കടലിന്റെ മുമ്പിൽ വന്ന് നിന്നിട്ട് വഴി മുട്ടി നിൽക്കുന്ന ആരാധിക്കാൻ കൊണ്ടുപോകുന്നവന് ഈ ആകാശത്തിന്റെ മേളിക്കട വേണമല്ലോ, അല്ലെങ്കിൽ ആകാശത്തിന്റെ കീഴിൽ വെള്ളത്തിന്റെ അകത്തൂടെ വഴി വെട്ടി വാക്കത്തിൽ കൊണ്ടുപോയത് എന്റെ ദൈവമാണെങ്കിൽ ഇന്ന് രാത്രി ഒരു വഴിയില്ലെങ്കിലും നിൽക്കുന്ന സ്ഥലത്ത് ആരാധിച്ചു അതിന്റെ അകത്തൂടെ നിങ്ങൾ കാണാത്ത വഴികൾ തുറന്നു തരാൻ എന്റെ ദൈവത്തിന് കഴിയും. ഇന്ന് രാത്രി ദൈവത്തിന് ഉദ്ദേശിക്കാത്ത വഴികളെ തുറപ്പാൻ, ഉദ്ദേശിക്കാത്ത സാധ്യതകളെ തുറപ്പാൻ, ഉദ്ദേശിക്കാത്ത ദൈവപ്രവൃത്തി ചെയ്യുവാൻ എന്റെ ദൈവത്തിന് കഴിയും. വിശ്വസിച്ച് ആരാധിക്കുമ്പോൾ കണ്ണുകൾ വീഴുമെന്ന് ഒരുപാട് ഇതിനെ കുറിച്ച് സംസാരിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എന്റെ എഴുതി എടുക്കുന്നവരുണ്ടെങ്കിൽ 1:14-25, 1 തെസ്സലോനിക്കർ 5:27, അപ്പോസ്തലർ 27 ഇതെല്ലാം ആരാധനയുമായി ബന്ധപ്പെട്ട വാക്കുകളും വാക്കുകളും നമ്മളെ ആശ്വാസപ്പെടുത്തുന്ന, നമ്മളെ ബലപ്പെടുത്തുന്ന, നമ്മളെ ശക്തീകരിക്കുന്ന വാക്കുകളും
വചനങ്ങൾ അതൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ അകത്ത് വലിയ വലിയ ദൈവിക പ്രവർത്തികളെ കൊണ്ടുവരിക തന്നെ ചെയ്യും. ആ ചിലതൊക്കെ പൊട്ടിച്ചു പുറത്ത് ചില കണ്ണികളൊക്കെ അഴിഞ്ഞു മാറി പോകുന്നത് പോലെ നമുക്കറിയാം. അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായം 24, 25, 26 വാക്യങ്ങളൊന്നും വായിക്കാമോ? അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം പെട്ടെന്ന് വായിക്കാം. നമുക്ക് നമ്മുടെ സമയം തന്നെ നമുക്ക് ഇരിക്കണമല്ലോ. അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായം 24, 25, 26 വാക്യങ്ങൾ. അവൻ ഇങ്ങനെയുള്ള കൽപ്പന കിട്ടുകയാൽ അവരെ അകത്ത് തടവിലാക്കി അവരുടെ കാൽ ആമത്തിലിട്ട് പൂട്ടി. അർദ്ധരാത്രിക്ക് പൗലോസും ശീലാസും പ്രാർത്ഥിച്ചു, ദൈവത്തെ പാടി സ്തുതിച്ചു. തടവുകാർ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. പെട്ടെന്ന് വലിയൊരു ഭൂകമ്പം ഉണ്ടായി. കാരാഗൃഹത്തിൽ അടിസ്ഥാനം കുലുങ്ങി, വാതിലൊക്കെയും തുറന്നുപോയി, എല്ലാവരുടെയും ചങ്ങല അഴിഞ്ഞു വീണു. ഉണ്ടോ? ഇന്ന് രാത്രി ഈ വചനം നമ്മൾ ഒത്തിരി കേട്ടിട്ടുള്ളത്. അപ്പോസ്തലന്മാരെ പിടിച്ച് പൂട്ടി ആമത്തിലാക്കി കാരാഗൃഹത്തിന്റെ ഉള്ളറയിൽ പൂട്ടിയിട്ടു. പക്ഷെ അവരവിടെ ഇരുന്ന് ആരാധിച്ചപ്പോൾ സ്വതവേ ആമങ്ങൾ അഴിഞ്ഞു വീണതുപോലെ ഇന്ന് രാത്രി എവിടെയൊക്കെ ഏത് ശത്രു എത്ര അധികാരികൾ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന വിഷയമാണെങ്കിലും, എത്ര കൂട്ടിക്കെട്ടിയ ഫയലാണെങ്കിലും, എത്ര കൂട്ടിക്കെട്ടിയ വിഷയങ്ങളാണെങ്കിലും, രാത്രി ആരാധിക്കുമ്പോൾ അതിന്റെ പാർശ്വകളെ അഴിച്ചിട്ട് ആമങ്ങളെ അഴിച്ചിട്ട് ഇന്ന് രാത്രി ദൈവാത്മാവ് പറയുന്നു സാധ്യതകളെ വാതിലുകൾ തുറന്നു പോയെന്നാ പറഞ്ഞത്. പറഞ്ഞു ചിലത് സ്വതവേ തുറക്കാൻ പോകും. ആരാധിക്കുമ്പോൾ ദൂതന്മാരെ അയച്ച് സ്വതവേ ചെലവ് തുറക്കും. എവിടെയൊക്കെ കാരാഗ്രഹ സമാനമായ വിഷയങ്ങൾക്കകത്ത് ഒടുങ്ങിയിരിക്കുന്ന ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് വളരെ ശക്തമായി പറഞ്ഞു, നിങ്ങളുടെ കെട്ടുകൾ സ്വയമേ അഴിഞ്ഞു പോകുന്ന ചങ്ങലകൾ അഴിഞ്ഞു വീഴുന്ന സാധാരണമായ ദൈവത്തിന്റെ പ്രവൃത്തികളെ ദൂതന്മാർ ഇറങ്ങി വന്ന് ചങ്ങലകളെ തൊടുന്ന വിഷയങ്ങൾ ഇന്ന് രാത്രി ദൈവാത്മാവ് പറയുന്നു. ആരാധിക്കുമ്പോൾ ചിലത് അഴിഞ്ഞു വീഴും. മൺകുടങ്ങൾ ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് വളരെ ശക്തമായി പറയുന്നു, നീ ആരാധിക്കാൻ തയ്യാറായ വിഷയങ്ങൾക്ക് വേറെ എങ്ങും പോകേണ്ടത് വീട്ടിന്റെ അകത്ത് തന്നെ ചില ഡോറുകൾ ദൈവാത്മാവ് തുറക്കാൻ പോവുകയാണ്. ദൈവത്തിന്റെ ആത്മാവ് ഒരു ഡോറ് തുറക്കാൻ പോവുകയാണ്. തുറന്നിട്ടിരിക്കുന്നത് മാസം തീരുന്നതിന് മുമ്പേ അതിന്റെ സ്ഥായി ദൈവം തരുമെന്ന് ദൈവാത്മാവ് ആരാധിച്ചു. രാത്രി ആരാധിച്ചു ഇരുമ്പോടാകുമ്പോൾ തകർന്നു മാറ്റുന്ന ഒരു അസാധാരണമായ ദൈവത്തിന്റെ ശക്തി ഇന്ന് രാത്രി ദൈവാത്മാവ് വളരെ ശക്തമായി ഇടപെടുന്നു. ഒരുപാട് തുറന്നു കിടക്കുന്നു. ആർക്കും കർത്താവ് പറഞ്ഞ ആർക്കും തുറക്കാതെ വണ്ണം ആർക്കും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ചെയ്യുന്ന ഒരുവനെയാണ് നമ്മൾ ആരാധിക്കുന്നത്. രാത്രിയിൽ ദാവീദിന്റെ താക്കോൽ കൈവശമുള്ളവൻ, പാതാളത്തിന്റെ മരണത്തിന്റെ താക്കോൽ കൈവശമുള്ളവൻ ഇന്ന് രാത്രി വിളിക്കേണ്ടതുപോലെ വിളിച്ചാൽ ഈ ലോകത്തിലെ ഒരു ശക്തിക്ക്. അതുകൊണ്ടാണ് പത്രോസിനോട് പറഞ്ഞത്, പത്രോസാകുന്നു നീ ഭൂമിയിൽ കിട്ടുന്ന സ്വർഗത്തിൽ കിട്ടുമ്പോൾ നീ ഭൂമിയിലായിരിക്കുന്ന സ്വർഗത്തിൽ സ്വർഗരാജ്യത്തിന്റെ താക്കോൽ നിനക്ക് തരുന്നു. ഇന്ന് രാത്രി ദൈവം ആരാധിക്കുന്നവന്റെ വർഷിപ്പ് ചെയ്യുന്നവന്റെ ആലയവുമായി ബന്ധപ്പെട്ടവന്റെ കരങ്ങളിൽ ഈ അതോറിറ്റി ഉണ്ടെന്ന് ഇന്ന് രാത്രിയിൽ പറഞ്ഞാൽ നിന്റെ നാവിന്റെ അകത്ത് നിന്റെ മേൽ കിടക്കുന്ന അധികാരത്തെ നീ യൂസ് ചെയ്യാൻ തുടങ്ങിയാൽ സ്വതവേ അഴിഞ്ഞു മാറുന്ന ചില വിഷയങ്ങൾ ഇന്ന് രാത്രി ദൈവാത്മാവ് എന്നെ കണക്ക് ചില വിഷയങ്ങൾ നിന്റെ നാവിന്റെ അധികാരത്തിലൂടെ അഴിഞ്ഞു മാറുന്നു. ഭാഷകളിൽ പ്രാർത്ഥിച്ചപ്പോൾ അവരുടെ നടുവിൽ നിന്നിരുന്ന ആമകൾ താരങ്ങൾ അഴിഞ്ഞു വീണതുപോലെ ഇന്ന് രാത്രി ജയിലറുകൾ തുറക്കപ്പെട്ടതുപോലെ ഇന്ന് രാത്രി രാജ്യത്തിന്റെ ഡോറുകൾ തുറക്കപ്പെട്ടതുപോലെ ഇന്ന് രാത്രി ഡോറുകൾ തുറക്കുന്നു. ആമകൾ അഴിഞ്ഞുവിടുന്നു. അധികാരത്തിന്റെ സ്വാധീനങ്ങൾ അടിമാറുന്നു. അധികാര പത്രങ്ങൾ മാറുന്നു. ആർക്കും ചെയ്യാൻ കഴിയാത്ത പ്രവൃത്തികൾ ദൂതന്മാർ ഇറങ്ങി കൊടുക്കുന്ന ദിവസമാണ്. ദൂതന്മാർക്ക് അനുഭവിച്ചിട്ട് കാലമെത്തുന്ന ദിവസമാണ്. രാത്രിയിൽ ദൂതന്മാരുമായി ലൈംഘോരണം ആരാധിക്കണമെന്ന് ആരാധിച്ചാൽ ദൈവത്തിന്റെ സാന്നിധ്യം, ദൈവത്തിന്റെ സാന്നിധ്യം
രാത്രിയിൽ ഒരു വിടുതലും പ്രാപിച്ചിട്ട് വിളിക്കേണ്ടതുപോലെ വിളിക്കേണ്ടതുപോലെ അവിടെ ബന്ധസ്ഥാപിക്കാൻ ആഗ്രഹം. അതുകൊണ്ട് നീ ആരാധന വരുമോ എന്തെങ്കിലും നിന്റെ മനസ്സിൽ നിന്റെ സഹോദരനോട് തോന്നിയാൽ നീ അത് വഴിയിൽ വെച്ചിട്ട് ആരാധന ഒന്നാമത്തെ നീ പോയി നിരന്നുകൊള്ളേനോ എന്ന് പറയും. ദൈവത്തിന്റെ നിയോഗത്തിന്റെ പരിപൂർണമായി വിളിച്ചു വരട്ടെ. ഏതെങ്കിലും വിഷയങ്ങൾക്ക് നമുക്ക് നിരപ്പ് പ്രാപിക്കാനുണ്ടെങ്കിൽ, ഏതെങ്കിലും വിഷയങ്ങൾ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ടെങ്കിൽ, ആരാധനയ്ക്ക് തടസ്സമായി എന്തെങ്കിലും പോയിന്റ് ഔട്ട് ചെയ്ത് നിൽപ്പുണ്ടെങ്കിൽ, ഇന്ന് രാത്രിയിൽ ആ വിഷയത്തിന്റെ അകത്ത് ദൈവത്തോടും മനുഷ്യനോടും ക്ഷമ ചോദിച്ച് ആ വിഷയത്തിന്റെ അകത്തോട് പുറത്തു വരാൻ ആത്മാവ് പ്രബോധിപ്പിക്കുന്ന നിന്റെ അനുഗ്രഹത്തിന് തടസ്സമായി നിൽക്കുന്ന, നിന്റെ നന്മയ്ക്ക് പുറത്തുമായി നിൽക്കുന്ന, നിന്റെ വാർത്തയ്ക്ക് തടസ്സമായി നിൽക്കുന്ന രാത്രി ദൈവത്തിന്റെ ആത്മാവിന്റെ നിയോഗത്തിൽ വിളിച്ചു പറഞ്ഞത് അതെല്ലാം തകർക്കപ്പെടട്ടെ. രാത്രി ദൈവമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ യഥാസ്ഥാനപ്പെടട്ടെ. യഥാർത്ഥമായി ദൈവത്തെ ആരാധിക്കാൻ ഒരു കാര്യം ഞാൻ വളരെ വ്യക്തമായി നിങ്ങളോട് സംസാരിക്കാം. ആ വാക്ക് നിങ്ങൾ വളരെ ധൈര്യപ്പെടുത്തുമെന്ന് എനിക്ക് ആത്മാവിന്റെ നല്ല ബോധ്യമുള്ളത് കൊണ്ട് ആ വാക്ക് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ആരാധിച്ചാൽ ദൈവം വരും. ആരാധിച്ചാൽ ദൈവം വന്നില്ലെങ്കിൽ, ദൈവം പ്രസാദിച്ചില്ലെങ്കിൽ അവിടെ എന്തോ മിസ്റ്റേക്ക് ഉണ്ടെന്നാണല്ലോ. വീണ്ടും വിശുദ്ധിയോടെ ആരാധിച്ച ദൈവത്തിന് മറുപടി പറയാൻ കഴിയില്ല. ദൈവം മറുപടി പറഞ്ഞിട്ടുണ്ട്. ദൈവം മറുപടി ദൈവം ഇടപെട്ടിട്ടുണ്ട്. ദൈവത്തിന്റെ കമ്മ്യൂണിക്കേഷനെ ബ്ലോക്ക് ചെയ്യുന്നതുമായ ഏതെങ്കിലും വിഷയമുണ്ടെങ്കിൽ രാത്രി അത് ഉടഞ്ഞു പോട്ടെ. യേശുവിന്റെ നാമത്തിൽ മറുപടി തരുന്ന, നിന്റെ അടുത്ത് വന്ന് മറുപടി തരുന്ന ദൈവത്തെയാണ് അത്ഭുതങ്ങളെ ചെയ്യാൻ പോകണം. അത്ഭുതങ്ങളെ ചെയ്യാൻ. അതുകൊണ്ടാണ് പൗലോസ് ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായി ആഴമായി പഠിച്ചത്. നിന്റെ ആരാധന ജീവൻ വിശുദ്ധിയും നിന്റെ ശരീരവും വിശുദ്ധിയുള്ള യാഗമായി അർപ്പിച്ചിരിക്കുന്നതാണ്. നമ്മുടെ ദൈവമായിരിക്കും. നമ്മുടെ ജീവിതമാണ് ആരാധന, ലൈഫാണ് ആരാധന. ദൈവത്തിന്റെ അകത്ത് ഇരിക്കുന്നതും പുറത്തുന്നതും നടക്കുന്നതും പോകുന്നതും വരുന്നതും ഇടപെടുന്നതും സംസാരിക്കുന്നതും എല്ലാം ആരാധനയുടെ ഭാഗമാണെങ്കിൽ, അത് ശരീരത്തിന്റെ ഭാഗമാണെങ്കിൽ, അത് വിശുദ്ധിയുടെ ഭാഗമാണെങ്കിൽ, അതിന്റെ അകത്ത് വിളിച്ചാൽ വരാതിരിക്കാൻ ദൈവത്തിന് കഴിയത്തില്ലായിരുന്നു. രഹസ്യത്തോടെ വിളിച്ചാൽ വരുന്ന മറുപടി തരുന്ന ദൈവത്തെയാണ് നമ്മൾ ആ ദൈവത്തെ ആരാധിച്ച് അനുഗ്രഹം പ്രാപിച്ച് ബലപ്പെട്ട് കുടഞ്ഞ മുഴക്കാലുകളെ ഉറപ്പിച്ച് ധൈര്യപ്പെട്ട് മനോവേദനയുള്ളവർ അതിനെ ധൈര്യം പ്രാപിച്ച് ദൈവത്തിന്റെ അടുത്ത് അപ്പാപിതാവേ എന്ന് വിളിക്കുന്ന നമുക്ക് അവസരം തന്ന ദൈവത്തിന്റെ അടുത്ത് ചെന്നാട്ടെ. പാപത്തെ ദൈവം പാവയെ ദൈവം സ്നേഹിക്കുന്നു. ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവിന്റെ ദൈവത്തിൽ വിളിച്ചാൽ വിളി കേൾക്കുന്ന ഒരു സ്വർഗമുണ്ട്. ഞാൻ പറയട്ടെ, വിധവയുടെ 2 കാശ് ആയിരങ്ങളുടെ മധ്യത്തിൽ നിന്നുകൊണ്ട് കണ്ട ഒരു കർത്താവിന്റെ കണ്ണുണ്ട്. ഇന്ന് രാത്രി നീ എടുക്കുന്ന ചെറിയ സ്റ്റെപ്പ് പോലും, ചെറിയ തീരുമാനങ്ങൾക്ക് പോലും വലിയ വില കൽപ്പിക്കുന്ന ഒരു സ്വർഗമുണ്ടെന്ന് മനസ്സിലാക്കി ഇന്ന് രാത്രി അപ്പനെ പോലെ ഒരു ഉടമ്പടി എടുത്താട്ടെ. ഇന്ന് രാത്രി ഒരു തീരുമാനമെടുത്താട്ടെ. ആരാധിച്ച കർത്താവേ, എന്റെ വിഷയത്തിന്റെ അകത്ത് ദൈവവിഷയം കൈകാര്യം തരണം. ഞാൻ ജീവനുള്ള ദൈവത്തെ വിളിക്കുന്നു. രാത്രി എനിക്ക് വേണ്ടി ദൈവം സംസാരിക്കണമെന്ന്, ദൈവം ഇറങ്ങി വരണമെന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ ശബ്ദമായി തന്നെ തുടരുന്ന കർത്താവ് പറയുന്നു, നിന്നെ വിളിച്ചാൽ ഞാൻ അവിടെ ഇറങ്ങി വരും. ഗുഹയ്ക്കകത്തുനിന്ന് പ്രാർത്ഥിക്കുന്ന ഒരു മന്ദമാരുതനെ പോലെ ദൈവത്തിന്റെ അടുത്ത് വന്ന് കാറ്റിൽ ദൈവമില്ലായിരുന്നു, മഴയിൽ ദൈവമില്ലായിരുന്നു. എന്നാൽ ഒരു മന്ദമാരുതനിൽ എന്ന പോലെ ഏലിയാമനോട് സംസാരിച്ച് ഏലിയാവിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുത്തൊരു ദൈവമുണ്ടെങ്കിൽ, അവന് വേണ്ടി സംസാരിക്കുന്ന ഇറങ്ങി വന്നൊരു കർത്താവുണ്ടെങ്കിൽ, മോശ വിശുദ്ധിയോടെ നിന്ന് വിളിച്ചപ്പോൾ ഇറങ്ങി വന്ന് സംസാരിച്ച ദൈവമുണ്ടെങ്കിൽ, ഇന്ന് രാത്രി ദൈവത്തിന്റെ നിയോഗത്തിന് ഞാൻ വിളിച്ചു പറയട്ടെ, കർത്താവിനെ സത്യസന്ധമായി വിളിച്ചാൽ അവൻ മറുപടി നൽകുക തന്നെ ചെയ്യും. ഇന്ന് രാത്രി കുടുംബത്തിന്റെ അകത്ത് ചില ഡോറുകൾ ഓപ്പൺ ആകട്ടെ. ഇന്ന് രാത്രി ചില മണ്ഡലങ്ങൾ വഴിമാറട്ടെ. ഇന്ന് രാത്രി സാധ്യതകൾ തുറന്നു വരട്ടെ. കൊടുക്കുകൾ വഴിമാറട്ടെ.
ആരാധന സമാനമായ വിഷയങ്ങൾക്കകത്ത് പുറത്തു വരട്ടെ, വാദങ്ങൾ തുറക്കട്ടെ. ഇന്ന് രാത്രി ആരാധനയ്ക്ക് യോഗ്യനായവനെ ഇന്ന് രാത്രി നമ്മൾ ഉയർത്തുക. അവന്റെ നാമത്തിൽ ഇങ്ങനെ പറയുന്നു, പൗലോസ് പറയുന്നു, സ്വർഗ്ഗലോകങ്ങളുടെയും ഭൂലോകങ്ങളുടെയും അധോലോകങ്ങളുടെയും മുഴാന്തകാലുകൾ മറന്ന് യേശു ക്രിസ്തു മാത്രം ദൈവമെന്ന് രാവിലെ വ്യക്തിപരമായിട്ട് ഒരു ദിവസം വരും. അതിനു മുമ്പ് ഇന്ന് രാത്രിയിലെ പുസ്തകം, ഇന്ന് രാത്രിയിലെ ദൈവചിന്ത നിങ്ങളുടെ ജീവിതത്തിന്റെ അകത്ത് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് 100% ഉറപ്പിട്ട് പറയാം. ആരാധന വിശുദ്ധിയോട് വിളിച്ചോ, വിഷയത്തിന്റെ അകത്ത് മറ്റൊരാളെ നിങ്ങൾ വിളിക്കേണ്ടി വരത്തില്ല. രാത്രി ദൈവം വളരെ ശക്തമായി നീയും വിളിക്കേണ്ടതുപോലെ വിളിച്ചാൽ വന്ന് നിന്റെ അരിയിൽ നിന്ന് നിന്നോട് ഉത്തരം പറയുന്ന ദൈവത്തെയാണ് ഹൃദയത്തിന്റെ അകത്ത് ഭരിച്ചാൽ അസാധാരണമായ ദൈവ പ്രവർത്തികൾക്കായി ദൈവം നിങ്ങളെ ഉയർത്തുക തന്നെ ചെയ്യും. ഒരു വാക്യം കൂടെ വായിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് രാത്രി ഒരു വാക്യം കൂടെ വായിച്ച് നമ്മൾ വായിച്ച കുറിവാക്യം യെശയ്യാവിന്റെ പുസ്തകം 58 അധ്യായം അതിന്റെ 13 വാക്യമാണ് നമ്മൾ വായിച്ചത്. അതിന്റെ അകത്ത് ഇങ്ങനെ പറയുന്നു, നീ എന്റെ വിശുദ്ധ മന്ദിരത്തെ ഒന്ന് വായിച്ചേ സിസ്റ്ററെ. 58:13 ഹല്ലേലൂയ. നീ എൻ്റെ വിശുദ്ധ ദിവസത്തിൽ നിന്റെ കാര്യാദികൾ നോക്കാതെ ശബ്ദത്തിൽ നിന്റെ കാലടക്കി വെച്ച് ശബ്ദത്തിനെ ഒരു സന്തോഷമെന്നും യഹോവയുടെ വിശുദ്ധ ദിവസത്തെ ബഹുമാന യോഗ്യമെന്നും പറയുകയും നിന്റെ വേലയ്ക്ക് പോകുകയോ നിന്റെ കാര്യാദികളെ നോക്കുകയോ വ്യർത്ഥ സംസാരത്തിൽ നേരം പോക്കുകയോ ചെയ്യാതെ വണ്ണം അതിനെ ബഹുമാനിക്കുകയും ചെയ്യുമെങ്കിൽ നീ യഹോവയിൽ പ്രമോദിക്കും. ആമേൻ. ഹല്ലേലൂയ. ഞാൻ നിന്നെ ദേശത്തിലെ ഉന്നതങ്ങളിൽ വാഹനമേറ്റി ഓടുമാറാക്കുകയും നിന്റെ പിതാവായ യാക്കോബിന്റെ അവകാശം കൊണ്ട് നിന്നെ പോഷിപ്പിക്കുകയും ചെയ്യും. യഹോവയുടെ വായല്ലോ അരുളി ചെയ്തിരിക്കുന്നത്. ആമേൻ. രാത്രി നിന്നെ വാഹനമേറ്റി. യാക്കോബിന്റെ പേരോട് പറയാനുള്ള കാരണം എന്താണെന്നറിയാം? പുള്ളി ആരാധനയിൽ അതിനെ ജനറേഷനകത്ത് കൊണ്ടുവന്നു എന്ന് പറഞ്ഞാൽ, നീ സത്യസന്ധമായി ആരാധന നിന്റെ തലമുറയായി അനുഗ്രഹങ്ങൾ നിന്റെ വീട്ടിന്റെ അകത്ത് വന്നിരിക്കും. അതുകൊണ്ടാണ് പറയുന്നത്, ഞാൻ നിന്നെ ദേശത്തിലെ ഉന്നതങ്ങളിൽ ഇത് ദൈവത്തിന്റെ നജിബാസ കഴിഞ്ഞിട്ട് പറയുന്നതല്ല, ഇത് ദൈവത്തിന്റെ വചനമാണല്ലോ. ഞാൻ നിന്നെ ദേശത്തിലെ ഉന്നതങ്ങളിൽ വാഹനമേറ്റി ഓടുമാറാക്കും. ഈ വേർഡ് നിങ്ങൾ ജീവിതത്തിനകത്ത് നിന്ന് സ്വീകരിക്കുന്നവർക്കകത്ത് റിസീവ് ചെയ്തു. നിന്റെ പിതാവായ യാക്കോബിനെ കണ്ടോ, ആ പേരവിടെ എംഫസൈസ് ചെയ്ത് പറയാനുള്ള കാരണം എന്ന് പറയും, ഒരു പ്രവാചകൻ ആ പേര് എംഫസൈസ് ചെയ്ത് പറയാൻ കാരണം ഒരുവൻ ആരാധിച്ച് തിരിച്ച ഒരു രാഷ്ട്രമാണ് ഇസ്രായേൽ. ഇത് പറയും, അവന്റെ പേരെടുത്ത് പറഞ്ഞിട്ട് പറയാനും, ഞാൻ നിന്റെ പിതാക്കന്മാരെ യാക്കോബിനെ അവകാശം കൊണ്ട് നിന്നെ പോഷിപ്പിക്കും ചെയ്യും. യഹോവയുടെ വായല്ലോ അരുളിച്ച് ആരാധിക്കുന്ന നിന്റെ വീട്ടിന്റെ അകത്ത് അനുഗ്രഹം വന്നു ചേരുക മാത്രമല്ല, തലമുറയായി അനുഗ്രഹം നിന്റെ വീട്ടിന്റെ അകത്ത് നിന്റെ പേര് ചേഞ്ച് ആകും. നിന്റെ ദേശത്ത് നീ അഭിവൃദ്ധിവാക്കും. ദേശത്ത് നിന്നെ ഉന്നത തലത്തിൽ കയറ്റുവാൻ ദൈവത്തിന്റെ മനസ്സതാണ്. ഇന്ന് രാത്രിയിൽ വിശ്വാസത്തോടെ ദൈവത്തിന്റെ സമയം ദൈവത്തെ വിളിച്ചു, ദൈവത്തെ ആരാധിച്ചു. ഈ വേർഡ് നിങ്ങളെ മേൽ റിലീസ് ആക്കുന്നു. അസാധാരണമായ ദൈവപ്രവൃത്തികൾ ജീവിതത്തിനകത്തുണ്ട്. ഈ പ്ലാറ്റ്ഫോമിന്റെ അകത്ത് വലിയ ദൈവപ്രവൃത്തികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ദൈവപ്രവൃത്തികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. സ്റ്റെപ്പെടുത്ത് വെച്ചെങ്കിൽ ആരാധിക്കാൻ ഒരു സ്റ്റെപ്പെടുത്ത് വെച്ചെങ്കിൽ പരാജയപ്പെട്ടു പോകത്തില്ല. ഇന്ന് രാത്രി നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് രാത്രി നമ്മുടെ ആ വചന ചിന്തയെ നമുക്ക് ദൈവത്തിന്റെ കരങ്ങൾ ഒന്ന് ദൈവത്തിന്റെ നമുക്ക് എന്തെങ്കിലും വിടാനുണ്ടെങ്കിൽ വിട്ടുകളഞ്ഞാണ്. രാത്രി ദൈവത്തിന്റെ വിടാനുണ്ടെങ്കിൽ ഞാനതിനെ വിടുന്നു പപ്പ. കർത്താവ് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും എന്റെ ജീവിതത്തിലുണ്ടെങ്കിൽ ഞാൻ അതിനെല്ലാം വിടുന്നു പപ്പ. എന്നോട് ക്ഷമിക്കണമേ. നിങ്ങളെ കൈമാറുന്നു. ആരാധിക്കുന്നവന്റെ ശക്തി ദേശം അറിയട്ടെ, കുടുംബം അറിയട്ടെ, ചർച്ചക്കാരറിയട്ടെ, ആരാധിക്കുന്നവന്റെ പവർ ദേശക്കാരറിയട്ടെ, കുടുംബക്കാരറിയട്ടെ, നിങ്ങളായിരിക്കുന്ന പട്ടണം അറിയട്ടെ. സാധാരണമായ ദൈവത്തിന്റെ രാത്രിയിലെ സാധാരണ രഹസ്യത്തോടെ അല്പസമയം അന്യഭാഷകളിൽ ആരാധിച്ച നിങ്ങൾ ഏത് സാഹചര്യത്തിലായിരിക്കുന്നോ, എവിടെ നിന്ന്
കേൾക്കുന്നോ അവിടെ ഇരുന്ന് ദൈവത്തിന് കർത്താവേ ഇന്നുവരെ കാണാനുള്ള സാധ്യത എനിക്ക് വേണ്ടി തുറക്കണമേ. രാത്രി ആരാമത്തെ അടുത്ത പ്ലാറ്റ്ഫോമിലേക്ക് ഫലം പിടിച്ച് പരിശുദ്ധമാവുന്ന ഉയർത്തട്ടെ. ഏത് വിഷയത്തിലാണോ പാടപ്പെടുന്ന വിഷയത്തിന്റെ അകത്ത് രാത്രിയിലേക്ക് മറുപടി തരണമേ. അപ്പൊ ഞാൻ ആരാധിക്കുന്നു. എന്റെ തലമുറ നശിച്ചു പോകരുതപ്പ, എന്റെ കുടുംബം നശിച്ചു പോകരുതപ്പ, എന്റെ ജീവിതത്തിനകത്ത് ഒരു സാധ്യതയും നശിച്ചു പോകരുതപ്പ. രാത്രി അതിനെ മടക്കി പിടിച്ചാണ്. രാത്രി യാഗോക്കുന്ന കടവിന്റെ അകത്ത് നിന്ന് ഒരു ജനറേഷൻ മുഴുവനുള്ള ഒരു മനുഷ്യൻ രാത്രി നിങ്ങൾക്കും നിന്റെ കുടുംബത്തിനും തലമുറയ്ക്കുമുള്ളത് നിന്റെ പ്രാർത്ഥനയ്ക്കകത്ത് വെളിപ്പെട്ട് വരുമെന്ന് ദേശം ദേശമായി നീ അനുഗ്രഹിക്കപ്പെടുന്നു. സാധാരണമായ നിയോഗത്തിന്റെ ഇപ്പോൾ വേറൊരാൾ വന്ന് പ്രാർത്ഥിച്ചതിന്റെ ഹൃദയത്തെ തുറക്കുകയല്ല, നീ തന്നെ പ്രാർത്ഥിച്ച് നീ തന്നെ വിടുതൽ പ്രാപിച്ച് നീ തന്നെ നീ തന്നെ ഉപവസിച്ച് നീ തന്നെ പറഞ്ഞ് നീ തന്നെ ആരാധിച്ച് നീ പറയുന്ന വാക്കിന് വിലയുണ്ട്, നീ പറയുന്ന സംസാരത്തിന് വിലയുണ്ട്, നീ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് വിലയുണ്ട്, നീ ഉപവസിക്കുന്ന ഉപവാസത്തിന് വിലയുണ്ട്, നീ ഒഴുക്കുന്ന കണ്ണുകൾക്ക് വിലയുണ്ട്. മറുപടി പറയുന്ന സ്വർഗ വില വന്നിട്ടുണ്ട്. ഇതെല്ലാം വ്യാപരിക്കട്ടെ. വലിയ വൻ കാര്യങ്ങളെ കുടുംബത്തിന്റെ ദേശത്തിലേക്ക് വെളിപ്പെടട്ടെ. ദൈവത്തെ ആരാധിക്കുന്ന ഒരു തലമുറ അനുഭവിക്കേണ്ട നന്മകളെല്ലാം നമ്മുടെ ജീവിതത്തിനകത്ത് ഈ പ്ലാറ്റ്ഫോമിന്റെ കാലഘട്ടങ്ങളിലേക്ക് എടുത്ത് പ്രാർത്ഥിക്കും. എടുത്തു വെച്ചിരിക്കുന്ന എഫോർട്ടിനായി ജീവിതത്തിൽ വന്നു കർത്താവെ വർദ്ധിപ്പിക്കണമേ, വർദ്ധിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കും. അനുഗ്രഹങ്ങളാണ് നടക്കണമെന്നൊക്കെ പ്രാർത്ഥിക്കും. കർത്താവിനെ ആരാധന ശബ്ദം ഉയരുമ്പോൾ ദേശം വിറക്കട്ടെ. കർത്താവെ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അനേകരെ ഈ പ്ലാറ്റ്ഫോമിലേക്ക് കൂട്ടിക്കൊണ്ടുവരണമെന്നൊക്കെ പ്രാർത്ഥിക്കുന്നു. ചെയ്യുന്നതിനായി ഈശ്വരന്റെ അധികാരമുള്ള